അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹമുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പ്രവർത്തകരെ, അനുഭാവികളെ, സുന്നത്ത് ജമാഅത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഏകദേശം 100 വർഷം മുമ്പ് കേരളത്തിലെ പ്രഗത്ഭരായ ഉലമാക്കൾ രൂപം കൊടുത്ത, മുസ്ലിം സമുദായത്തിന് അസ്തിത്വം നൽകിയ, ഉമ്മത്തിന് വിജ്ഞാനവും സേവനവും പുരോഗതിയും എല്ലാവിധ വികസനവും നൽകിയ ഏക സംഘടന എന്ന് പറയാവുന്ന ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഇതിൻ്റെ കീഴിലാണ് നമ്മുടെ മുഴുവൻ തലമുറയും ഇപ്പോൾ പഠിച്ച് വളർന്ന് ഉയർന്നു വരുന്നത്. അത്രമാത്രം മഹത്തായ പ്രവർത്തന പാരമ്പര്യമുള്ള, ചരിത്ര പാരമ്പര്യമുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷിക മഹാസമ്മേളനം ഇന്നത്തെ അതിൻ്റെ നേതാക്കളായ ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദിൻ്റെയും സുൽത്താനുൽ ഉലമ കാന്തപുരം എ പി ഉസ്താദിൻ്റെയൊക്കെ നേതൃത്വത്തിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന 100ാം വാർഷികത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് സമസ്ത പിന്നിട്ട നാൾവഴികൾ, ചരിത്രത്തിൻ്റെ ആൽബങ്ങൾ, അതിൻ്റെ ഉള്ളറകളിൽ ഒളിഞ്ഞിരിക്കുന്ന വസ്തുതകൾ, എന്തെല്ലാം പ്രശ്നങ്ങളും പ്രയാസങ്ങളും അഭിവൃദ്ധികളുമൊക്കെയാണ് ആ പ്രസ്ഥാനം ഉണ്ടാക്കിയത്, നേരിട്ടുള്ളത്, അഭിമുഖീകരിച്ചിട്ടുള്ളത് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള വിശദമായ ഒരു പഠനം ഇവിടെ ആരംഭിക്കുകയാണ്. 100ാം വാർഷികം 2 വർഷം കഴിഞ്ഞ് 3ാമത്തെ വർഷത്തിലാണ് നടക്കുന്നതെങ്കിലും അപ്പോഴേക്കും അതിൻ്റെ വിവരണങ്ങൾ നമ്മുടെ തലമുറ മുഴുവനും അറിഞ്ഞിരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ ഇതുവരെ നമുക്ക് ലഭ്യമായതിൽ വെച്ച് ഏറ്റവും നല്ലൊരു വിവരണം ബഹുമാനപ്പെട്ട മരണപ്പെട്ടുപോയ മർഹൂം TC മുഹമ്മദ് മുസ്ലിയാർ കല്ലാമൂല സോഷ്യൽ മീഡിയയിൽപ്പെട്ട ഒരു പ്ലാറ്റ്ഫോമിലൂടെ നടത്തിയ സുദീർഘമായ വിവരണത്തിൻ്റെ ഒരാരംഭമാണ് ഇവിടെ കുറിക്കുന്നത്. ഏകദേശം 70 വീഡിയോകളിലായി ഇത് പ്രകാശിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അത്തരത്തിൽ ദീർഘമായ ചരിത്ര വിവരണമുള്ള ഒരു പരമ്പരയാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഏകദേശം വർഷങ്ങൾക്ക് മുമ്പ് 10 വർഷത്തിൻ്റെ ഒക്കെ അടുത്ത സമയത്താണ് അദ്ദേഹം ഇത് അവതരിപ്പിക്കുന്നത്. അദ്ദേഹം ഏകദേശം 5 വർഷത്തോളമായി മരണപ്പെട്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ബഹുമാനപ്പെട്ടവരുടെ ഖബറിടം വിശാലമാക്കുമാറാവട്ടെ, അവരെയും നമ്മെ അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇതിൻ്റെ ഒക്കെ ഈ വിവരണം ഈ കൈരളിക്ക് സമർപ്പിച്ച് അവർ പോയിട്ടുണ്ട് എങ്കിലും അവരുടേതായ ആ വിജ്ഞാനം, ഈ ചരിത്രം നാം മയവിറക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് അതുകൊണ്ട് ആഖിറത്തിൽ ഉപകാരം അല്ലാഹു നൽകുമാറാവട്ടെ. വസ്തുതയുടെ യാഥാർത്ഥ്യങ്ങളാണ് അദ്ദേഹം പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അത് ഈ തലമുറ അറിഞ്ഞിരിക്കൽ ആവശ്യമാണ്. സമസ്ത നേരിട്ട പ്രശ്നങ്ങളൊക്കെ, അഭിമുഖീകരിക്കുന്ന കാര്യങ്ങളൊക്കെ നാം എല്ലാവരും അറിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ സംഘടനാ രംഗത്തുണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും ഒരു പ്രയാസമോ ഒരു പ്രതിസന്ധിയോ സൃഷ്ടിക്കുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്രമാത്രം പ്രതിസന്ധികളിലൂടെയാണ് ഈ പ്രസ്ഥാനം കടന്നു വന്നത് എന്നും നേതാക്കളും അണികളുമൊക്കെ അതിനു വേണ്ടി വളരെ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് എന്നും, അതുപോലെ അതിൻ്റെ ഇടയിൽ പലപ്പോഴും നുഴഞ്ഞു കയറാൻ ശ്രമിച്ച രാഷ്ട്രീയ കുബുദ്ധികളെ മൂലക്കിരുത്തിക്കൊണ്ട് അതിൻ്റെ സംസ്ഥാപനം പൂർണ്ണമാക്കുന്ന രീതിയിൽ പല നടപടികളിലേക്കും നീങ്ങി അതിൻ്റെ ജനറൽ ബോഡിയും അതിൻ്റെ മുഷാവറയുമൊക്കെ പല കാലികമായ തീരുമാനങ്ങളും എടുത്ത് ഭരണഘടനാനുസൃതമായി മുന്നോട്ട് പോയിട്ടുണ്ട് എന്നതടക്കമുള്ള അതിൻ്റെ ഉള്ളിൽ നടന്നിട്ടുള്ള പല പല സംഗതികളും അയവിറക്കുന്ന ഒരു വിശദമായ സമസ്തയുടെ ചരിത്ര പഠനമാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇത് ശ്രദ്ധയോടെ കേൾക്കണമെന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ കാര്യങ്ങൾ തുറന്നു പറയാനും അതിൻ്റെ ചരിത്രങ്ങൾ വളരെ സത്യസന്ധമായി വളച്ചൊടിക്കാതെ കളവ് ചേർക്കാതെ പറയാനും എല്ലാവർക്കും അല്ലാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇപ്പോൾ കബളിപ്പിച്ച് നടക്കുന്ന പല പ്രഭാഷകന്മാരും മറുചേരികളിലായൊക്കെ ഉണ്ട്. അവരുടെ കളവുകളൊക്കെ പൊളിച്ചടക്കാൻ ഈ ഒരു പ്രഭാഷണത്തിൻ്റെ മുഴുവൻ പരമ്പരകളും കേട്ടാൽ ചരിത്രപരമായിട്ട് അതിനെ നേരിടാൻ അവർക്ക് കഴിയില്ല, രേഖാപരമായിട്ട് അതുമായി മാറ്റുരക്കാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് എല്ലാവരും ഇത് കേട്ട് മനസ്സിലാക്കി പഠിച്ചാൽ ഏതാളുകൾ സംവാദത്തിന് വന്നാലും
ആരുടെ മുമ്പിലും വസ്തുതകൾ തുറന്നടിച്ച് സമസ്തയുടെ അജയ്യതയും അതിൻ്റെ കാലികതയും അതിൻ്റെ നേരവകാശികളും അത് ആര് കൊണ്ടു നടക്കണമെന്നുള്ളതും അതിൻ്റെ അടിസ്ഥാന ദൗത്യമാകുന്ന തെർക്കുൽ മുവാലാത്ത് ആരാണ് പാലിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും ഇന്ന് പലരും ആ പേരിൽ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ 100 വർഷം മുമ്പ് രൂപീകരിച്ച ആ സമസ്ത എന്തുകൊണ്ട് രൂപീകരിച്ചു, ഏത് പശ്ചാത്തലത്തിലുണ്ടാക്കി, അന്ന് അതിൻ്റെ നയവും സമീപനങ്ങളും കാഴ്ചപ്പാടുകളും എന്തായിരുന്നു, അത് ഇന്നും പുലർത്തുന്നവരാരെങ്കിലും ഉണ്ടോ എന്നതൊക്കെ വളരെ വ്യക്തമായി മാറ്റുരച്ച് മനസ്സിലാക്കാൻ ഇദ്ദേഹത്തിൻ്റെ ഈ അവതരണം കാരണമാണ്. അവകാശവാദങ്ങൾക്കൊന്നും ഇസ്ലാമിൽ തർക്കമില്ല. ഭൂരിപക്ഷത്തിന് ഇസ്ലാമിൽ അവകാശവാദങ്ങൾക്കോ അതുപോലെ തന്നെ ഭൂരിപക്ഷമുണ്ട് എന്നതിനോ മാത്രം ഒരു തെളിവുമില്ലാതെ അംഗീകാരമില്ലാത്ത ഒരു മതമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ എല്ലാം വസ്തുതാപരമായിരിക്കണം, സത്യസന്ധമായിരിക്കണം എന്നത് നിർബന്ധമുണ്ട്. ആ രീതി പാലിച്ചുകൊണ്ടാണ് ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ഏകദേശമൊക്കെ ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് ഇതെല്ലാവരും മനസ്സിലാക്കണമെന്നാണ് പ്രത്യേകം പറയുന്നത്. ആദ്യത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകിയാൽ 70ഓളം വാള്യങ്ങളിലൂടെ ഇത് സമർപ്പിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആ പാരമ്പര്യം മുറിഞ്ഞു പോകാത്ത സമസ്തയിൽ അണിനിരന്നുകൊണ്ട് മുല്ലക്കോയത്തങ്ങൾ എന്തൊരാവശ്യത്തിന് വേണ്ടി ബിദ്അത്തുകാരുമായി ബന്ധപ്പെടാതെ, അവരുമായി കൂടിക്കലരാതെ, അവരുമായി സ്റ്റേജ് പങ്കിടാതെ പരമാവധി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ രക്ഷപ്പെടുത്താനും ഉമ്മത്തിൻ്റെ അണികളുടെ സാധാരണക്കാരുടെ ഈമാൻ കാത്തു സൂക്ഷിക്കുവാനും ബിദ്അത്ത് ചിന്തകളിലേക്ക് ജനങ്ങൾ പോകാതിരിക്കാനും അവർ തടയിട്ട ആ പദ്ധതി വളരെ അരക്കിട്ടുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാനും അങ്ങനെ മുന്നോട്ട് നീങ്ങുന്ന നേതൃത്വത്തിനെ പുൽകി അവരെ സപ്പോർട്ട് ചെയ്ത് അവരോടൊപ്പം നിന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താനുമാണ് നാം ശ്രമിക്കേണ്ടത്. അതിനൊക്കെയുള്ളൊരു പ്രചരണം, ഒരു പ്രചോദനം ആയിട്ട് 100ാം വാർഷികം വരുമ്പോൾ സമസ്തയുടെ ഒരു ചരിത്രവും അവശേഷിക്കാത്ത രീതിയിൽ പഠിച്ചിരിക്കാൻ പറ്റുന്ന ഒരു പഠനമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും അത് സപ്പോർട്ട് ചെയ്യണമെന്നും അനുകരിക്കണമെന്നും അത് മനസ്സിലാക്കണമെന്നും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ വശഫീനാ ഹബീബിനാ മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥമായ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും മനസ്സിലാക്കിയതനുസരിച്ച് ജീവിക്കുവാനും അത് കാരണമായി മഹാന്മാരായ പണ്ഡിതന്മാരോടും സലഫ് സാലിഹീങ്ങളോടും കൂടെ ആഖിറത്തിൽ ഒരുമിച്ച് കൂടി അർശിൻ്റെ തണൽ സമ്പാദിക്കുന്ന മുത്തഖീങ്ങളിൽപ്പെട്ട് ഹൗദുൽ കൗസർ റസൂലുള്ളാഹിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിക്കൊടുക്കുന്ന മുഅ്മിനീങ്ങളിൽപ്പെട്ട് ഈ മഹാന്മാരോടൊപ്പം സ്വർഗത്തിലെത്തി നമ്മളെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, മക്കൾ, കൂട്ടുകുടുംബങ്ങൾ, ദീനിൻ്റെ ഖാദിമീങ്ങൾ, ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ എല്ലാവരെയും ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂടി പരസ്പരം കണ്ട് സന്തോഷിക്കുവാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം എന്ന വസിയ്യത്തോടു കൂടി ചില കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കുവാനും വേണ്ടി നാം ഇന്ന് ആരംഭം കുറിക്കുന്നു. എല്ലാവരും വേണ്ടതുപോലെ ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം. ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്കത് സൗകര്യപ്രദമായി അന്വേഷിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കും എന്ന് നിങ്ങളോട് ആമുഖമായി പറയുന്നു. സമസ്ത ഒരു ചരിത്ര പഠനം, അതാണ് നമ്മുടെ വിഷയം. കാരണം സമസ്തയെക്കുറിച്ച് എന്തിനാണ് നാം പഠിക്കുന്നത്? ലോകത്തിൽ വേറെ എവിടെയും ഇങ്ങനെ ഒരു സംഘടന ഇല്ല. കേരളത്തിൽ മാത്രമാണ് ഇങ്ങനൊരു സംഘടന രൂപീകരിക്കേണ്ടി വന്നത്. 100 കോടിയിലധികം മുസ്ലിമീങ്ങൾ ലോകത്ത് ജീവിക്കുന്നുണ്ട്. എന്നാൽ 80 ലക്ഷം മുസ്ലിമീങ്ങൾ തികയാത്ത ഒരു പ്രദേശമാണ് ഇപ്പോഴും കേരളം. കാരണം ചെറിയൊരു സംസ്ഥാനമാണ്. 3 കോടിയും ചില്ലറയും ആളുകളാണ് കേരളത്തിൽ മൊത്തത്തിലുള്ളത്. അതിൽ 80 ലക്ഷം മുസ്ലിമീങ്ങളെ കേരളത്തിലുള്ളൂ. 80 തന്നെ തികഞ്ഞോ എന്ന് സംശയമാണ്. കൂടിയാൽ 80 ലക്ഷം. ഈ 80 ലക്ഷം മുസ്ലിമീങ്ങൾ ഇന്ന് ഉള്ള ഈ കേരളത്തിൽ
ചിലപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് രൂപം നൽകുമ്പോൾ 10 ലക്ഷം മുസ്ലിമീങ്ങളും അഥവാ 90 കൊല്ലം മുമ്പ് ഇവിടെ ഉണ്ടാകണം എന്നില്ല. 1924 ഇങ്ങനെ മഹത്തായ ഒരു സംഘടനയ്ക്ക് രൂപം നൽകേണ്ടി വന്നു. നൽകാനുള്ള കാരണങ്ങളൊക്കെ എല്ലാവരും അറിയുന്നതാണ്. ഒരു പ്രശ്നവുമില്ലാതെ മഹാന്മാരായിരിക്കുന്ന സ്വഹാബത്ത് കേരളത്തിൽ വന്ന് കാണിച്ചു തന്ന പരിശുദ്ധമായിരിക്കുന്ന ദീനിന്റെ കാര്യങ്ങൾ ആർക്കും ഒരഭിപ്രായ വ്യത്യാസവുമില്ലാതെ നിരാക്ഷേപം എല്ലാവരും തുടർന്നു പോന്ന് ഇസ്ലാമിക ചട്ടക്കൂട്ടിൽ ജീവിച്ചിരുന്ന ഒരു പ്രദേശമാണ് കേരളം. അതുകൊണ്ട് തന്നെ ഓരോ നാട്ടിലുള്ള പള്ളി ഖത്തീബുമാർ, അല്ലെങ്കിൽ അവിടെയുള്ള ഖാദിമാർ, അല്ലെങ്കിൽ ആ പള്ളിയുള്ള മുദരിസ്, അല്ലെങ്കിൽ ആ നാട്ടിലുള്ള പ്രഗത്ഭനായിരിക്കുന്ന ഒരു പണ്ഡിതൻ, ആ പണ്ഡിതൻ ആ നാട്ടുകാരോട് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഖത്തീബ് പറഞ്ഞാൽ, മുദരിസ് പറഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യാതെ പരിശുദ്ധമായിരിക്കുന്ന ദീനിന്റെ വിധിവിലക്കുകൾ വേണ്ടതുപോലെ അംഗീകരിച്ച് ആദരിച്ച് ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ സിയോണിസ്റ്റുകളുടെ ഏജന്റുകളായി, ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ഏജന്റുമാരായി ഒരു വിഭാഗം പണ്ഡിത വേഷധാരികൾ ഈ കേരളക്കരയിലേക്ക് കടന്നു വന്നു. അവർ ജനങ്ങളിൽ ഉസ്വാസ് ഉണ്ടാക്കാൻ തുടങ്ങി. ആദ്യകാലങ്ങളിലൊന്നും നമ്മുടെ പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ അതത്ര മുഖവിലക്കെടുത്തില്ല. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ഷെറ് വളരെ വ്യാപകമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ മഹാന്മാരായിരിക്കുന്ന പൂർവികരായ പണ്ഡിതന്മാർ കോഴിക്കോട് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുകയും അവിടെ വെച്ച് അവർ ആലോചന നടത്തുകയും സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളും ആദർശങ്ങളും, അതാണല്ലോ ഇസ്ലാം, അതാണ് ദീന്, അത് വികലമാക്കാൻ ഒരു കക്ഷി ഒരുങ്ങുന്നുണ്ട്. അതുകൊണ്ട് ആ കക്ഷിയെ നാം ഇപ്പോൾ നിലക്ക് നിർത്തിയിട്ടില്ലെങ്കിൽ പേപ്പട്ടിയെപ്പോലെ നമുക്കത് വലിയ ശല്യമായി തീരും. മനസ്സിലാക്കിയ പേപ്പട്ടിയെപ്പോലെ എന്ന് ഞാൻ അവരൊക്കെ പട്ടികളാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. പേപ്പട്ടി ഒരു നാട്ടിൽ ചിലപ്പോൾ ഒന്നേ ഉണ്ടാവും, അഥവാ പിരാന്ത് പിടിച്ച പട്ടി. ആ പിരാന്ത് പിടിച്ച പട്ടി ഒന്നുണ്ടായാൽ മതി, ഒരുപാട് ആളുകളെ അത് ഉപദ്രവിച്ച് വലിയ ബുദ്ധിമുട്ട് അതുകൊണ്ടുണ്ടാകും. അതുപോലെ വളരെ എണ്ണത്തിൽ ആളുകൾ അവർ കുറവാണെങ്കിലും അവർ ഈ ജനങ്ങളുടെ ഇടയിൽ നടന്ന് വസുവാസുണ്ടാക്കി പരിശുദ്ധമായിരിക്കുന്ന ദീനിന്റെ സത്യമായ മുഖം അവർ മറച്ചു കളയും. അതുകൊണ്ട് പണ്ഡിതന്മാർ തീരുമാനിച്ചുകൊണ്ട് ഒരു കമ്മിറ്റിക്ക് രൂപം നൽകി. കേരള ജംഇയ്യത്തുൽ ഉലമ എന്നായിരുന്നു ആ കമ്മിറ്റിയുടെ പേര്. അന്ന് ഈ വഹാബി പരിസകളിൽ ചിലരും അതിൽ നുഴഞ്ഞു കയറിയിരുന്നു. കാരണം അന്നിങ്ങനെ ഇവരുടെ ഈ തറാവീഹിൽ നിസ്കരിക്കണ്ട, അല്ലെങ്കിൽ പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ സുബഹിക്ക് കുനൂത്തോതണ്ട, അല്ലെങ്കിൽ മറ്റുള്ള ഇവരെന്ന് പറയുന്ന ഈ മുടന്തൻ ന്യായങ്ങളൊന്നും തുടക്കത്തിൽ അവരടുത്തുണ്ടായിരുന്നില്ല. ആ ഇല്ലാതെ അങ്ങനെ അവരൊന്ന് പറയാത്തതിന്റെ പേരിൽ പൂർവികരായിരിക്കുന്ന സാത്വികരായ പണ്ഡിതന്മാർ അവരെ അങ്ങനെ സംശയിച്ചില്ല. അതിന്റെ പേരിൽ അവരിൽ ചിലരും ഇതിലുണ്ടായിരുന്നു. അങ്ങനെ 924 ഐക്യസംഘം എത്തിനെതിരായിക്കൊണ്ട് രൂപീകൃതമായ ഈ പണ്ഡിത സംഘടന അന്നത്തെ ചുറ്റുപാടനുസരിച്ച് ചെറിയ രൂപത്തിൽ അത് പ്രവർത്തിക്കാൻ തുടങ്ങി. അതിങ്ങനെ 1, 2, 3 കൊല്ലം പ്രവർത്തിച്ചു വന്നപ്പോൾ അതിൻ്റെ ഒരു വാർഷിക സമ്മേളനം ഫറൂഖിൽ വെച്ച് ചേരാൻ പണ്ഡിതന്മാർ തീരുമാനിച്ചു. അന്നത്തെ സൗകര്യമനുസരിച്ച് ഇന്നുള്ളതുപോലെ വലിയ ഫ്ലക്സ് ബോർഡുകളോ അല്ലെങ്കിൽ ടെലിഫോണിലൂടെ മെസ്സേജുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൗകര്യങ്ങളോ ഒന്നും അന്നില്ല. അന്നത്തെ സൗകര്യമനുസരിച്ച് അതിന് പ്രചരണം നടത്തി, നോട്ടീസ് അടിച്ചു, ചെറിയ കോലത്തിൽ പോസ്റ്റർ അടിച്ചു. അങ്ങനെ അത്യാവശ്യം സ്ഥലങ്ങളിലൊക്കെ അത് വിതരണം ചെയ്തു. ജനങ്ങൾ സമ്മേളനത്തിന് വരങ്ങാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ സമ്മേളനം തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നബ്ബറല്ലാഹു മർഖദഹു മഹാനവറുകൾക്ക് കോടതിയിൽ നിന്നൊരു നോട്ടീസ്. കോടതിയുടെ ആമീൻ വന്നിട്ട് പറയുന്നു, നിങ്ങൾ ഈ സമ്മേളനം നടത്താൻ പാടില്ല. കാരണം ഈ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഈ സംഘടന ഇവിടെ ഒരു കക്ഷി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവരുടെ സമ്മേളനം പേരിൽ നിങ്ങൾ നടത്താൻ പാടില്ല. നിങ്ങൾ നോക്ക്, ആദ്യം ഈ വഹാബികൾ കളവ് തുടങ്ങിയിരുന്നു. പള്ളി കക്കുന്നതിന് മുമ്പ് അവർ ആദ്യം കട്ടത് ഈ സംഘടനയാണ്. അങ്ങനെ ഒരു വിഷമസന്ധി വന്നപ്പോൾ മഹാന്മാരായിരിക്കുന്ന ആലിമീങ്ങൾ
ബഹുമാനപ്പെട്ട മർഹൂം അഹമ്മദ് കോയ ശാലിയാത്തി നബ്ബറല്ലാഹു മർഖദഹു മഹാനവറുകളെ സമീപിച്ചു. ഇങ്ങനെ ഒരു പ്രശ്നം നമുക്ക് വന്നിട്ടുണ്ട്, അതുകൊണ്ട് നമ്മളെ സമ്മേളനം നമുക്ക് നടത്തുകയും വേണം, നിയമപരമായി നമുക്കിതിന് സാധിക്കൊന്നും ഇല്ല. അപ്പോൾ ബഹുമാനപ്പെട്ട ശാലിയാത്തി അവർ പറഞ്ഞു, കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കമ്മിറ്റിയല്ലേ അവർക്കുള്ളത്, നാം ഒരു കാര്യം ചെയ്യുക, നമ്മുടെ ജംഇയ്യത്തുൽ ഉലമ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. അങ്ങനെ ആ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പിന്നിൽ സമസ്ത എന്നുകൂടി കൂട്ടിക്കൊടുത്ത് കോടതിയിൽ രണ്ടാമതൊരു അഫിഡവിറ്റ് കൊടുത്തു. ഞങ്ങൾ നടത്തുന്ന സമ്മേളനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമ്മേളനമാണ്. അതിന് കുറച്ച് പോസ്റ്ററുകൾ, ആ പോസ്റ്ററിന്റെ ബാക്കിൽ സമസ്ത എന്നുള്ള ചെറിയ കുറിപ്പ് തൽക്കാലം അച്ചടിച്ച് കോഴിക്കോട് ഭാഗങ്ങളിലും ഫറൂഖിലായിരുന്നു സമ്മേളനം നടന്നിരുന്നത്, ആ ഭാഗത്തും അതിന് പിന്നിൽ അത് കൊണ്ടുപോയി ഒട്ടിക്കുകയും കോടതിയിൽ ഈ അഫിഡവിറ്റ് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ആ സമ്മേളനം ഭംഗിയായി നടത്തുകയും ചെയ്തു. അവിടുന്നാണ് നമ്മളെ പണ്ഡിതന്മാർ ചിന്തിക്കുന്നത്, ഇങ്ങനെ വഞ്ചന നടത്തുന്ന മുസ്ലിംമാരുടെ കോലത്തിൽ തലീക്കെട്ട് കെട്ടിയ മുസ്ലിംമാരുടെ കോലത്തിൽ ഇവിടെ ജീവിച്ചു വരുന്ന ചില ആളുകൾ ഈ ദീനിന് ഇങ്ങനെ വിപത്തുണ്ടാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അന്നത്തെ മഹാന്മാരായ പണ്ഡിതന്മാർ ഒന്നുകൂടി സടകുടഞ്ഞെഴുന്നേറ്റു. അങ്ങനെ പ്രവർത്തനം ഒന്നുകൂടി ഉഷാറാക്കി. 936 ആകുമ്പോഴേക്കും നമ്മളെ സംഘടനയും സൊസൈറ്റീസ് ആക്ട് രജിസ്റ്റർ പ്രകാരം അത് രജിസ്റ്റർ ചെയ്തു. അങ്ങനെ പ്രവർത്തനം തുടങ്ങി. ഞാനിത് വളരെ ദീർഘിപ്പിച്ച് പറയുകയല്ല, അത്യാവശ്യം കാര്യം ആദ്യം ഒന്ന് തുടങ്ങി എന്നേ ഉള്ളൂ. അങ്ങനെ 924 രൂപീകൃതമായി. അത് 34, 44, 54, 64, 74 അതിൻ്റെ ദീർഘമായിരിക്കുന്ന 50 കൊല്ലം പിന്നിട്ടു. ഈ 50 കൊല്ലം പിന്നിട്ടപ്പോൾ അന്നുള്ള സാത്വികരായിരിക്കുന്ന പണ്ഡിതന്മാർ അവർക്ക് കഴിയുന്ന രൂപത്തിലൊക്കെ പ്രവർത്തിക്കുകയും ജനങ്ങളെ ഉത്ബുദ്ധരാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ പ്രവർത്തനങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് മുബത്തദഈങ്ങൾ അഥവാ വഹാബികൾ, മൗദൂദികൾ, അതുപോലെയുള്ള കക്ഷികൾ അവര് ഭൗതികമായിരിക്കുന്ന ലാഭം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി. ആ ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞ് കേരളത്തിലുള്ള പാവപ്പെട്ട മുസ്ലിം സമുദായത്തെ വരുതിയിലാക്കാനൊരുങ്ങുകയും കുറെ മൗലവിമാര് അവരൊന്നും തിരിയാത്തവരാണ്, അവർ വെറും പള്ളിയുടെ മൂലയിൽ ചടഞ്ഞിരിക്കുന്നവരാണ്, ഞങ്ങളാണ് പൊതുപ്രവർത്തകര്, അതുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനമാണ് ഇവിടെ ആവശ്യമുള്ളത്, ആ മൗലവിമാരുടെ കൂടെ നിങ്ങൾ നിൽക്കരുത്, അവരുടെ കൂട്ടത്തിൽ നിങ്ങൾ കൂടരുത്, അതൊക്കെ പഴഞ്ചന്മാരാണ് എന്നൊക്കെ അവരിങ്ങനെ പറഞ്ഞു നടക്കുകയും എന്നാൽ വേണ്ടതുപോലെ അതിനെ പ്രതിരോധിക്കാൻ കഴിയാത്തൊരവസ്ഥ വരികയും ചെയ്ത ആ സന്ദർഭത്തിൽ ഇവിടെയുള്ള ഭൗതികവാദികളുടെ പിന്തുണയോടുകൂടി ഈ ഉൽപ്പതിഷ്ണുക്കൾ ഒന്ന് കേരളത്തിൽ വിലസാൻ തുടങ്ങി. അവരിങ്ങനെ വിലസാൻ തുടങ്ങി. എന്നിട്ട് അവര് മറ്റു പലരെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഈ ഗൾഫ് നാടുകളിൽ ചെന്ന് അവിടെയുള്ള അറബി സുഹൃത്തുക്കളെ തെറ്റിദ്ധരിപ്പിച്ച്, എത്രത്തോളം അന്ന് സമസ്തക്കുണ്ടായിരുന്ന മദ്രസകൾ, ആ മദ്രസകളുടെ എണ്ണമൊക്കെ ഇവർ ശേഖരിച്ച് കേരളത്തിൽ ഞങ്ങൾ നവോത്ഥാനം നടത്തുന്നവരാണ്, ഞങ്ങൾ വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തുന്നവരാണ്, ഞങ്ങൾ ശിർക്കിനെതിരെ പ്രവർത്തിക്കുന്നവരാണ് എന്ന് അവരെ ധരിപ്പിക്കുകയും ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലുള്ള ചില മക്ബറകളിൽ പലരും നടത്തുന്ന അനാചാരങ്ങൾ അവർ ഫോട്ടോ എടുത്ത് അത് വീഡിയോ ക്ലിപ്പാക്കി ഈ സാധുക്കളായിരിക്കുന്ന അറബികൾക്ക് കാണിച്ചു കൊടുത്ത് അവരെ തെറ്റിദ്ധരിപ്പിച്ച് ഇതൊക്കെയാണ് കേരളത്തിലുള്ള ചില മുസ്ലിംമാർ ചെയ്യുന്നത്, അതിനെതിരെയാണ് ഞങ്ങളുടെ പ്രവർത്തനം, അതുകൊണ്ട് ഞങ്ങളെ നിങ്ങൾ സഹായിക്കണമെന്ന് കള്ളത്തരത്തിൽ പിരിവ് നടത്തി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ അന്നുണ്ടായിരുന്ന മദ്രസകളുടെ എണ്ണങ്ങളൊക്കെ പറഞ്ഞ് അതിൽ ഇത്ര കുട്ടികളുണ്ട്, ഇത്ര അധ്യാപകരുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് നവോത്ഥാനത്തിന് വേണ്ടി കാശ് വേണമെന്ന് പറഞ്ഞ് കള്ളത്തരത്തിൽ അവർ കുറെ കാശുണ്ടാക്കി കൊണ്ടുവന്ന് ഇവിടെയുള്ള സാധാരണക്കാരായിരിക്കുന്ന ആളുകളെ പറ്റിക്കാൻ തുടങ്ങുന്ന വിവരം ഇവിടെ വേണ്ടതുപോലെ മനസ്സിലാകുന്ന ഒരു 50 കൊല്ലമാകുമ്പോഴേക്കാണ്. അതുകൊണ്ട് ഈ 50 കൊല്ലക്കാലം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനം തുലോം കുറവായിരുന്നു എന്ന് സമ്മതിക്കാം. കാരണം അന്നത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു. ആ സന്ദർഭത്തിലാണ് ഒരു വെള്ളി നക്ഷത്രം കണക്കെ
മഹാനായ കാന്തപുരം ഉസ്താദിന്റെ ഉയർത്തെഴുന്നേൽപ്പ് വരുന്നത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് ജീവിച്ച് തൻ്റെ കർഷകനായിരിക്കുന്ന പിതാവ് പട്ടിണി കിടന്നിട്ട് പോലും തൻ്റെ മകനെ പരിശുദ്ധമായിരിക്കുന്ന ദീന് പഠിപ്പിച്ച് നല്ല ഒരു ആലിമാക്കി മാറ്റി. വെള്ളൂർ ബാഖിയാത്തു സ്വാലിഹാത്തിൽ നിന്നും മതബിരുദത്തിൽ വലിയ സ്ഥാനം നേടിക്കൊണ്ട് മഹാനവറുകൾ അടുത്ത പ്രദേശമാകുന്ന മങ്ങാടി എന്ന് പറഞ്ഞ പ്രദേശത്ത് ദർസ് തുടങ്ങുകയും ഒരുപാട് മുത്തഅല്ലിമീങ്ങൾക്ക് കിതാബ് ഓതി കൊടുക്കുകയും അങ്ങനെ കുറച്ചു കാലം ഇവിടെ ദർസ് നടത്തി. പിന്നീട് കോളിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ബഹുമാനപ്പെട്ടവർ ദർസ് നടത്തി. അങ്ങനെ 1-2 സ്ഥലങ്ങളിൽ ദർസ് നടത്തിയിട്ട് തൻ്റെ സ്വന്തം പ്രദേശമാകുന്ന കാന്തപുരത്ത് അസീസിയ അറബിക് കോളേജ് എന്ന പേരിൽ ഒരുപാട് മുത്തഅല്ലിമീങ്ങൾ, ഏകദേശം 100ഓളം മുത്തഅല്ലിമീങ്ങൾ തുടക്കത്തിൽ തന്നെ അതിലുണ്ട്. പ്രഗത്ഭരായിരിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ അല്ലേ, നാം ചെറിയ AP എന്നറിയപ്പെടുന്ന കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ ബഹുമാനപ്പെട്ടവർ കാന്തപുരത്ത് ദർസ് നടത്തിയിട്ട് ബഹുമാനപ്പെട്ടവർ കാന്തപുരത്ത് ഓതിപ്പടിച്ച് കാന്തപുരത്ത് ദർസ് നടത്തിയിട്ട് കാന്തപുരം എന്ന പേരിൽ അറിയപ്പെട്ടവരാണ്. ബഹുമാനപ്പെട്ടവർ ആ പ്രദേശത്തുകാരനല്ല, പക്ഷേ അറിയപ്പെടുക കാന്തപുരം മുഹമ്മദ് മുസ്ലിയാർ AP മുഹമ്മദ് മുസ്ലിയാരാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട AP ഉസ്താദിന്റെ കീഴിൽ തന്നെ ഓതുകയും ബഹുമാനപ്പെട്ടവർ പോയി ബിരുദം വാങ്ങി ആ ഉസ്താദിന്റെ കൂടെ തന്നെ 2ാം ദർസായി അവിടെ ജോലി നോക്കുകയും ചെയ്തപ്പോൾ 2ആളുടെ ഇനീഷ്യലും AP ആണ്. അങ്ങനെ നാട്ടുകാർ വലിയ AP ചെറിയ AP എന്ന അപരനാമത്തിലായിരുന്നു അവർ അറിയപ്പെട്ടിരുന്നത്. ചെറിയ AP ഉസ്താദ് എന്ന് പറയും, AP മുഹമ്മദ് മുസ്ലിയാരെ. AP ഉസ്താദ് എന്ന് ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ മഹാനവറുകളെയും പറയും. അങ്ങനെ ആ കാന്തപുരത്ത് ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന, അതുപോലെ മറ്റുള്ള ദർസ് നടത്തുന്ന ആ സമയത്താണ് ഒരു ഉൾവിളി കണക്കെ മഹാനായ ശംസുൽ ഉലമ മർഹൂം EK അബൂബക്കർ മുസ്ലിയാർ മഹാനവറുകൾ തീരുമാനിക്കുന്നു. ദീർഘദൃഷ്ടിയുള്ള പണ്ഡിതനായിരുന്നു. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി മാത്രം തന്റെ ആയുഷ്കാലം ജീവൻ ബലിയർപ്പിച്ച മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ. ഏതാനും കുറഞ്ഞ കാലം മുഹ്തദീങ്ങളുടെയും രാഷ്ട്രീയ സുന്നികളുടെയും ഷെഹർ ബാധിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ AP ഉസ്താദിനും സുന്നത്ത് ജമാഅത്തിനുമെതിരെ ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതൊക്കെ മഹാനവറുകളുടെ ഇബാദത്തിന്റെയും ഇൽമിന്റെയും സ്ഥാനം വെച്ച് നോക്കുമ്പോൾ ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് അത് നിസ്സാരമാണ്. കുറഞ്ഞ കാലം കൊണ്ട് തന്നെ അത് മാറ്റുകയും ബഹുമാനപ്പെട്ടവർ ആ ചിന്താഗതിയിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. ഇൻഷാ അള്ളാഹ് അത് ഞാൻ പിന്നീട് പറയുന്നുണ്ട്. ആ ശംസുൽ ഉലമയുടെ ദീർഘദൃഷ്ടിയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ സമസ്തയിലെത്തിച്ചത്. ഇന്നത് രാഷ്ട്രീയ മേലാളന്മാരുടെ ഹുങ്ക് കാരണം അധികാര ദണ്ടുപയോഗിച്ചുകൊണ്ട് മറുഭാഗം കൈയടക്കി വെച്ചു. എന്നാൽ ആ മഹാന്മാരുടെ ആദർശമനുസരിച്ച് ഒന്നും അവിടെ നടക്കുന്നില്ല എന്ന് ഖേദപൂർവം സ്മരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഇൻഷാ അള്ളാഹ് ഇവിടെ മുസ്ലിം ജമാഅത്ത് ശക്തി പ്രാപിച്ചു വന്ന് സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് ആളുകളെ റെഡിയാക്കി ഒക്കെ ലെവലായി വരുമ്പോൾ അത്തരം സ്ഥാപനങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായി സുന്നികളുടെ കയ്യിലേക്ക് എത്തുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അക്രമം ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാട്ടിയിട്ടോ അതൊന്നും പിടിച്ചടക്കാൻ നമ്മളാരും മിനക്കെടുകയില്ല. ആ ജന്നത്തുൽ ഉലൂം അറബിക് കോളേജിൽ വെച്ച് ചേർന്ന മുശാവറ യോഗത്തിലാണ് 974 ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു മുശാവറ മെമ്പറായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. എന്നാൽ ആ കാലത്തിനിടയിൽ മുശാവറയിൽ ഇരുന്ന് തഴമ്പിച്ച ഒരുപാട് ആളുകളുണ്ടായിരുന്നു. AP ഉസ്താദിനേക്കാൾ കൂടുതൽ പ്രായമുള്ളതിന്റെ പേരിൽ മുശാവറയിൽ ചേർന്ന് 1974 പാലക്കാട് ജന്നത്തുൽ ഉലൂം അറബിക് കോളേജ് മഹാനായ എൻ്റെ അടുത്ത നാട്ടുകാരൻ വണ്ടൂരിനടുത്തുള്ള പാണ്ടിക്കാട് സ്വദേശി മർഹൂം ബാപ്പു മുസ്ലിയാർ മഹാനവറുകളും ബഹുമാനപ്പെട്ട മർഹൂം EK ഹസൻ മുസ്ലിയാർ മഹാനവറുകളുടെയും രക്തം ചിന്തിക്കൊണ്ട് പടുത്തുയർത്തിയ ആ സ്ഥാപനം ഇന്ന് നായിക്കും നരിക്കുമല്ലാത്ത രൂപത്തിൽ ചേളാരികൾ അത് കൈകാര്യം ചെയ്ത് കൈയടക്കി വെച്ചിരിക്കുകയാണ്. മഹാനായ ബാപ്പു മുസ്ലിയാർ പാലക്കാടിന്റെ നെല്ലറകളിൽ ചെന്ന് തലച്ചുമടായി നെല്ല് തലയിലേറ്റിക്കൊണ്ടുവന്ന് അവിടെയുള്ള മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണത്തിനും മറ്റുമൊക്കെ ഒരുപാട് ത്യാഗം സഹിച്ച് നെല്ല് കൊണ്ടുവന്നിരുന്ന ആളായിരുന്നു ബഹുമാനപ്പെട്ട
പാണ്ടിക്കാട് ബാപ്പു മുസ്ലിയാർ മഹാനവറുകൾ അവരുടെയൊക്കെ ഖബർ അള്ളാഹു സന്തോഷമായി കൊടുക്കുമാറാകട്ടെ. അങ്ങനെ അധ്വാനിച്ച് വളർത്തിയെടുത്ത ആ മുഷാവറയിൽ വന്ന് തഴമ്പിച്ച ആളുകളുണ്ട്. ആ തഴമ്പിച്ച നേതാക്കളാകുന്ന ആളുകളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അധികം താമസിയാതെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അവറുകൾ മുഷാവറയുടെ സെക്രട്ടറിമാരിൽ ഒരാളായി നിയമിക്കപ്പെടുന്നു. ഒരു കമ്മിറ്റി ഉണ്ടാകുമ്പോൾ അതിന് കുറെ മെമ്പർമാർ, അതിൽ നിന്ന് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, ഖജാൻജി, ഇങ്ങനെ പ്രധാന ഭാരവാഹികൾ, പിന്നെ മെമ്പർമാരും. എന്നാൽ അതിലേറ്റവും കൂടുതൽ സ്ഥാനമർഹിക്കുന്ന അഥവാ പ്രവർത്തന സജ്ജമായ ഒരു തസ്തികയാണ് സെക്രട്ടറി എന്നുള്ള തസ്തിക. ആ സെക്രട്ടറി സ്ഥാനത്ത് മഹാനായ പണ്ഡിത കേസരി ശംസുൽ ഉലമ മഹാനവറുകളാണ്. മഹാനവറുകൾക്ക് കുറെ പ്രായാധിക്യമുണ്ട്, കുറെ പ്രായം അന്ന് തന്നെ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഊർജ്ജസ്വലനായ ഒരാൾ എൻ്റെ സഹപ്രവർത്തകനായി വരണമെന്ന് മഹാനായ ശംസുൽ ഉലമ തീരുമാനിച്ചു. ആ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട AP ഉസ്താദ് സമസ്തയിലേക്ക് കടന്നു വന്ന് അധികം താമസിയാതെ തന്നെ സമസ്തയുടെ സെക്രട്ടറിമാരിൽ ഒരാളായി. അന്നത്തെ ആ ചെറുപ്പക്കാരൻ 974 എന്ന് പറയുമ്പോൾ എത്ര കൊല്ലം മുമ്പാ നിങ്ങൾക്കറിയോ? 48 കൊല്ലം മുമ്പാണത്. അപ്പോൾ AP ഉസ്താദിന് ഇന്നുള്ള വയസ്സിന്റെ പകുതി പോലും ആകുന്നതിന് മുമ്പ് ഊർജ്ജസ്വലനായ ഒരു ചെറുപ്പക്കാരൻ, കർമ്മധീരനായ ഒരു പണ്ഡിതൻ, എല്ലാവരെയും വാഗ്ദരണി കൊണ്ട് ആകർഷിക്കുന്ന ഒരു പ്രഭാഷകൻ, എല്ലാവരോടും വളരെ സൗഹൃദത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും പെരുമാറുന്ന ഒരു മഹാപണ്ഡിതൻ, എല്ലാം ഒത്തിണങ്ങിയ ഒരാളെ പെട്ട ശംസുൽ ഉലമ കണ്ടെത്തുകയും ആ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഉസ്താദ് അവറുകളെ സെക്രട്ടറിമാരിൽ ഒരാളാക്കുകയും ചെയ്തു. ഇവിടെ മുതൽ നമ്മുടെ സമസ്തയിൽ പ്രശ്നം തുടങ്ങുകയാണ്. അങ്ങനെ സെക്രട്ടറിയാക്കി കുറച്ചു കഴിഞ്ഞപ്പോൾ ഏകദേശം അതിൻ്റെ ചുക്കാൻ തന്നെ ബഹുമാനപ്പെട്ട AP ഉസ്താദിന്റെ കൈകളിൽ വന്നു. വരാനുള്ള കാരണം AP ഉസ്താദ് അവർ സ്വന്തമായി ചിന്തിച്ചതിനടിസ്ഥാനത്തിൽ ചില തീരുമാനങ്ങൾ മനസ്സിൽ വന്നു. ആ വന്ന തീരുമാനങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട നേതാക്കളുമായി പങ്കുവെച്ചു. ആ പങ്കുവെച്ചതിന്റെ അടിസ്ഥാനത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അത് വെറും ഒരു ആലിമീങ്ങളുടെ സംഘടന. ആ സംഘടന നാം വെറും മാസത്തിൽ യോഗം ചേർന്നാൽ മാത്രം പോരാ, അല്ലെങ്കിൽ 2-3 മാസം കൂടുമ്പോൾ യോഗം ചേർന്നാൽ പോരാ. ചില കർമ്മ പദ്ധതികൾ നമുക്കിവിടെ ആവിഷ്കരിക്കണം. ഇവിടെയുള്ള ഈ സമുദായത്തെ നാം കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരണം. എന്നും ഈ സമുദായം ആരാന്റെ വിറകുപെട്ടികളും വെള്ളം കോരികളുമായി അതപ്പതിക്കരുത്. അവർക്ക് ആവശ്യമായിരിക്കുന്ന വിദ്യാഭ്യാസം നൽകണം. അവർക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാവിധ പുരോഗതിയും നമ്മുടെ ഈ പ്രവർത്തനം കൊണ്ടുണ്ടാകണം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഭരണഘടനയിൽ അതൊക്കെ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ഭരണഘടന അങ്ങനെ ഏട്ടിലെ പശുവിനെ പോലെ ഇങ്ങനെ തുടർന്നാൽ പോരാ, നമുക്കത് പ്രാവർത്തികമാക്കണം. അങ്ങനെ 1-2 കൊല്ലം ബഹുമാനപ്പെട്ടവർ ചിന്തിക്കുന്നത് മഹാന്മാരായ നേതാക്കളുമായി പങ്കുവെക്കുകയും അങ്ങനെ പങ്കുവെച്ചതിന്റെ അടിസ്ഥാനത്തിൽ മഹാനായ ശംസുൽ ഉലമയുടെയും റഈസുൽ മുഹഖഖ് മർഹൂം കണ്ണിയത്ത് ഉസ്താദിന്റെയും ഒക്കെ പരിപൂർണമായിരിക്കുന്ന പിന്തുണ കാന്തപുരം ഉസ്താദിനുണ്ടായപ്പോൾ പ്രവർത്തന ഗോതയിലേക്ക് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഒരു ഒറ്റയാൾ പടയാളിയായിക്കൊണ്ട് മുന്നിലോ പിന്നിലോ നോക്കുമ്പോൾ ചിലപ്പോൾ ആളുകളില്ല. പക്ഷേ ഞാനൊരു ആദർശത്തിന്റെ പേരിലാണ്, ഞാൻ സുന്നത്ത് ജമാഅത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്, അതുകൊണ്ട് അള്ളാഹുവിന്റെ സഹായം എനിക്കുണ്ടാകും എന്ന അചഞ്ചലമായിരിക്കുന്ന ഉറച്ച മനോദാർഢ്യതയോടുകൂടി ബഹുമാനപ്പെട്ട AP ഉസ്താദ് അവറുകൾ രംഗപ്രവേശനം ചെയ്തു. ഈ രംഗപ്രവേശനം ചെയ്യുന്ന ആ സന്ദർഭത്തിൽ തന്നെയാണ് കേരളത്തിലുള്ള വലിയ മുസ്ലിം രാഷ്ട്രീയ ശക്തിയാകുന്ന ഉരുക്കുകോട്ട പോലെ അതുവരെ നിന്നിരുന്ന ആ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി മഹാനായ മർഹൂം ബാഫഖി തങ്ങളുടെ മരണശേഷം അതൊരു പിളർപ്പിന്റെ വക്കിലെത്തുന്നത്. അത് പിളരുകയാണ്. 2 കൂട്ടരും 2 ഭാഗത്തും തങ്ങന്മാർ. ഒരു ഭാഗത്ത് സയ്യിദ് ഉമർ ബാഫഖി തങ്ങൾ മർഹൂം,
മറുഭാഗത്ത് മഹാനായ മർഹൂം പൂക്കോയത്തങ്ങൾ കുറച്ചു കാലം, പിന്നീട് തന്റെ പ്രിയപ്പെട്ട പുത്രൻ മർഹൂം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ഈ രണ്ട് കക്ഷികളും രണ്ട് ഭാഗത്തായി എന്ന് മാത്രമല്ല, പരസ്പരം ചളിവാരിയെറിയുകയും പരസ്പരം പ്രത്യാരോപണങ്ങൾ നടത്തുകയും അങ്ങനെ ഈ സമുദായത്തിന് ദുഷ്പേരുണ്ടാക്കുകയും ചെയ്യുന്നൊരു ഘട്ടമായിരുന്നു 974-ന്റെയും 84-ന്റെയും ഇടയിലുള്ള ഏറ്റവും വലിയ മോശമായ ആ കാലഘട്ടം. എത്രത്തോളം സെയ്ദുമർ ബാഫക്കി തങ്ങളെ മയ്യത്ത് സെയ്ദുമർ തങ്ങളെ മയ്യത്ത് മമ്മൂക്കയുടെ നെഞ്ഞത്ത് എന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ലീഗുകാർ ഇപ്പുറത്തുണ്ടായിരുന്നു. പാണക്കാട പറങ്കോട എന്ന് പറഞ്ഞ് പൂക്കോയത്തങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന മുസ്ലിം ലീഗുകാർ അപ്പുറത്തുണ്ടായിരുന്നു. അങ്ങനെ വളരെ മലീമസമായിരിക്കുന്ന ഒരു കാലം. ഈ കാലഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട AP ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ സമസ്തയുടെ പ്രവർത്തനം വളരെ ശക്തമായ രീതിയിൽ രംഗത്ത് കൊണ്ടുവരുന്നത്. ഈ പ്രവർത്തനം കണ്ടപ്പോൾ, സാധാരണ ഇദ്ദേഹം ഒരു മുസ്ലിയാരായിരുന്നു, ഒരു പള്ളിയിൽ ദർസ് നടത്തുന്ന ആളാണ്. അദ്ദേഹം ഇങ്ങനെ രംഗത്തിറങ്ങി ഇങ്ങനെ ഈ സമുദായത്തിന് നേതൃത്വം കൊടുക്കാൻ ഒരുങ്ങിയാൽ ഈ രാഷ്ട്രീയ കക്ഷികൾക്ക് അഡ്രസ് ഇല്ലാതെ പോകും, രാഷ്ട്രീയ കക്ഷികൾക്ക് ഇവിടെ നിലനിൽപ്പില്ലാതെയാകുമെന്ന് മനസ്സിലാക്കിയ രാഷ്ട്രീയക്കാർ, അവർക്ക് വേദമോദി കൊടുക്കുന്ന മുബ്തദിഈങ്ങൾ, ഇടക്കൊന്ന് പറഞ്ഞു കൊള്ളട്ടെ, ഈ മുബ്തദിഈങ്ങൾ 924 അവരോട് ഉണ്ടായിരുന്നെങ്കിലും സമസ്തയുടെ മദ്രസയുടെ കണക്കൊക്കെ പറഞ്ഞ് അവർ കുറെ കാശ് പിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ ദൂർത്തടിച്ചിരുന്നെങ്കിലും ആളുകളെ കൂട്ടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ലായിരുന്നു. അംഗബലം അവർക്കില്ലായിരുന്നു, ഇന്നും ഇല്ല. കേരളത്തിലുള്ള 95% മുസ്ലിമീങ്ങളും സുന്നികളാണ്, 95%. ബാക്കിയുള്ള 5% മാത്രമാണ് വഹാബികളും മൗദൂദികളും തബ്ലീഗുകാരും ഖാദിയാനികളും ചേകനൂരികളും യുക്തിവാദികളും മതമില്ലാത്തവരും പലരുമായിട്ടുള്ളത് വെറും 5. ഇന്നും ഈ സമുദായത്തിന്റെ സ്ഥിതി അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇനി കാന്തപുരം മൂക്കർ മുസ്ലിയാർ പോലും രംഗത്ത് വന്ന സ്ഥിതിക്ക് ഇതിനെ ഒന്ന് തടയിട്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കക്കള്ളിയില്ല എന്ന് ഈ വഹാബികൾ മനസ്സിലാക്കുകയും മൗദൂദികൾ മനസ്സിലാക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അവർ നേരിട്ട് വന്ന് ഇവിടെ മുട്ടിയാൽ അവർക്ക് നടക്കുകയില്ല എന്ന തിരിച്ചറിവുള്ളതിന്റെ പേരിൽ അവർ ഈ രാഷ്ട്രീയത്തിൽ നുഴഞ്ഞു കയറി. മുസ്ലിം ലീഗാകുന്ന രാഷ്ട്രീയത്തിൽ അവർ നുഴഞ്ഞു കയറി. ആ നുഴഞ്ഞുകയറ്റം നേരത്തെയുള്ള പണ്ഡിതന്മാർ വേണ്ടതുപോലെ മനസ്സിലാക്കിയില്ല. അത് രാഷ്ട്രീയക്കാരല്ലേ, അവരെന്തോ ചെയ്തോട്ടെ എന്ന് നിലക്കുന്നു. പക്ഷേ മഹാനായ കാന്തപുരം ഉസ്താദ് രംഗത്ത് വന്നപ്പോൾ കാന്തപുരം ഉസ്താദ് തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ വഹാബികൾക്കെതിരെ ശക്തമായിരിക്കുന്ന നിലപാടെടുത്തു. 974 മുമ്പ് കോഴിക്കോട് കോർപ്പറേഷന്റെ പരിധിയിൽ തന്നെ 11-ലധികം പള്ളികൾ ഈ വഹാബികൾ ഈ രാഷ്ട്രീയത്തിന്റെ പേരിൽ അവർ തട്ടിയെടുത്തിരുന്നു. ഉദാഹരണം ഞാനൊന്ന് പറയട്ടെ. കോഴിക്കോട് മഹിയുദ്ദീൻ പള്ളി, ഞാനൊക്കെ കണ്ണൂർ ജില്ലയിലാണ് ഞാൻ ഓതി പഠിച്ചത്. ഞാൻ അങ്ങോട്ട് പോകുന്ന കാലത്ത് അന്ന് ഇന്നത്തതുപോലെ യാത്രാ സൗകര്യമുള്ള കാലമല്ല. എൻ്റെ നാട്ടിൽ നിന്ന്, അഥവാ ഞാൻ മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ നിലമ്പൂർ താലൂക്ക് ചോക്കാട് പഞ്ചായത്തിൽ കല്ലാമൂല, TC കല്ലാമൂല എന്ന പേരിലാണ് പലരും എന്നെ അറിയപ്പെട്ടിരുന്ന. കുറെ കാലം ഗൾഫിലായപ്പോൾ ദുബൈയിലെ TC എന്നും പറഞ്ഞിരുന്നു. ഈ കല്ലാമൂലയിൽ നിന്നും ഞാൻ കണ്ണൂരിലേക്ക് പോകുമ്പോൾ കോഴിക്കോട് ഇടത്താവളമാക്കിയിട്ടായിരുന്നു യാത്ര ചെയ്തിരുന്നത്. യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ വൈകുന്നേരമാകുമ്പോഴേക്കും കോഴിക്കോടെത്തും. ഇന്ന് മഹിയുദ്ദീൻ പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് അന്ന് ചെറിയ ഒരു നിസ്കാരപ്പള്ളിയാണുള്ളത്. ആ നിസ്കാരപ്പള്ളിയുടെ തൊട്ടടുത്തായിട്ട് ഒരു വയസ്സായ ഉമ്മാമ കഞ്ഞിയും പൂളയും ഒക്കെ വിൽക്കുന്ന ഓല ഷെഡിലുള്ള ഒരു ചെറിയ കച്ചവടം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ആ പള്ളിയിൽ അന്ന് കൂടും. ഒരു മുക്കാല്, അന്നത്തെ മുക്കാലുള്ള കാലമാണ്, ഇന്നത്തെ പോലെ പൈസയല്ല, മുക്കാലാണ്. മുക്കാല് അണ, അരയണ, കാലണ ഒക്കെ പറയുന്ന കാലം. ഒരു മുക്കാൽ എന്ന് പറഞ്ഞാൽ ആ മുക്കാലിന് ഇന്നത്തെ മൂല്യം 4 പൈസയാണ്. ഈ 4 പൈസ കൊടുത്താൽ എനിക്ക് മൃഷ്ടാന്നം ഭക്ഷിക്കുവാനുള്ള ഭക്ഷണം വൈകുന്നേരം കിട്ടും. അപ്പൊ ഞാൻ ആ ഉമ്മാമാന്റെ അടുത്ത് 1 മുക്കാൽ കൊടുത്ത് ഞാൻ പല പ്രാവശ്യവും ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ വരുമ്പോൾ ഈ ഉമ്മാമ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ നിർമ്മിച്ച പള്ളിയായതിന്റെ പേരിൽ തിങ്കളാഴ്ച രാവ്, എല്ലാ തിങ്കളാഴ്ച രാവും ആ ഉമ്മാമ മുഹിയുദ്ദീൻമാരെ ചെല്ലാറുണ്ടായിരുന്നു അവിടുന്ന്.
അത് ഈ പള്ളിയുടെ തൊട്ടടുത്താണ്. ഉമ്മാമ തന്റെ വീട്ടിൽ നിന്ന് കച്ചവട പീടികയിൽ നിന്ന് മഹീദ്യമാല ചെല്ലിയാൽ അത് ഈ പള്ളിയിലേക്ക് കേൾക്കും. ഞാനും ഒരു മൊല്ലാക്കയുടെ മകനായതിന്റെ പേരിൽ ചെറുപ്പത്തിൽ തന്നെ ഈ മഹീദ്ദീൻ മാലയും നഫീസത്ത് മാലയും ബദറുബൈത്തും ഒക്കെ പഠിച്ചിരുന്നു. ചെറുപ്പത്തിൽ തന്നെ 10 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ അതൊക്കെ ഞാൻ കാണാതെ പഠിച്ചിരുന്നു. അങ്ങനെ ഈ ഉമ്മാമയും മഹീദ്ദീന്മാർ എല്ലാം തുടങ്ങിയപ്പോൾ ഒരു ചെറിയ കുട്ടിയാണ് ഞാനെന്ന്. ഒരു 10-12 വയസ്സേ എനിക്കെന്ന് പ്രായമുള്ളൂ. ആ സമയത്ത് ഉമ്മാമയുടെ കൂടെ ഞാനും ഈ മാല ചൊല്ലാൻ തുടങ്ങി. ഉമ്മാമാക്ക് വളരെ സന്തോഷമായി. അങ്ങനെ ആ ഉമ്മാമ എന്നെ അടുത്ത് വിളിച്ചിരുത്തി ഞങ്ങൾ രണ്ടുപേരും കൂടി മാല ചൊല്ലി തീർത്ത് എനിക്കറിയുന്നൊരു ദ്വാരം ഞാൻ ദ്വാർന്ന് ആ ഉമ്മാമ അന്ന് മുതൽ ഉമ്മാമ ആ കച്ചവടം അഥവാ ഉമ്മാമ കച്ചവടം നിർത്തുന്ന 963 വരെ ഞാൻ അവിടുന്ന് ഭക്ഷണം കഴിക്കുകയും ഉമ്മാമ എനിക്ക് ഭക്ഷണം തരികയും എന്നിൽ നിന്നൊരു കാശും വാങ്ങാതെ ഉമ്മാമ സന്തോഷത്തിൽ എന്നെ തിരിച്ചയക്കുകയും ചിലപ്പോൾ 1 2 എനിക്ക് സദഖ ചെയ്യുകയും ചെയ്തിരുന്നു. ഇതാണ് ആ പള്ളിയുടെ ആദ്യത്തെ അവസ്ഥ. 963-64 കാലഘട്ടത്തിലാണ് അവിടെയുള്ള ആളുകൾ ഈ പള്ളി കയ്യേറാൻ കോഴിക്കോട് ടൗണിലുള്ള ചില ഉൽപ്പതിഷ്ണുക്കൾ കോഴിക്കോട് ടൗൺ ആ പള്ളിയുടെ മുൻഭാഗത്ത് അന്ന് ബസ് സ്റ്റാൻഡ്, പാളയം ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്ന ബസ് സ്റ്റാൻഡിന്റെ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവിടെ ധാരാളം ബസ്സുകൾ വരും, ആളുകൾ വരും. ഇതൊരു കേന്ദ്രത്തിലെ പള്ളിയാകും, അത് നമുക്ക് തട്ടിയെടുക്കണമെന്ന് അന്നത്തെ വഹാബി പരിശകൾ തീരുമാനിക്കുന്നു. അങ്ങനെ 964 കോഴിക്കോട്ടുള്ള പൗരമുഖരൊക്കെ കൂടി ഒരു യോഗം ചേരുന്നു. എന്തിന്? പള്ളി പുനർനിർമ്മാണത്തിന്. മഹാനായ മർഹൂം ബാഫഖി തങ്ങളെയും ആ യോഗത്തിലേക്ക് ക്ഷണിച്ചു. സ്വാത്വികനായ നല്ലത് മാത്രം ചിന്തിക്കുന്ന ബാഫഖി തങ്ങൾ ഇവരുടെ ഈ കുൽസിത ശ്രമം, വഞ്ചനാപരമായിരിക്കുന്ന നീക്കം മനസ്സിലാക്കാത്തതിന്റെ പേരിൽ ആളുകളൊക്കെ അഭിപ്രായപ്പെട്ടു വന്ന് ഇന്നത്തതുപോലെ AP ഉസ്താദ് ഇപ്പൊ കോഴിക്കോട് കോർപ്പറേഷനിൽ ഒരുപാട് പള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ AP ഉസ്താദ് 3000-ലധികം പള്ളി കേരളത്തിലും കേരളത്തിന്റെ പുറത്തുമായി ഇന്ത്യ രാജ്യത്തെടുത്തിട്ടുണ്ട്. അങ്ങനത്തെ സംവിധാനങ്ങളൊന്നുമില്ല. നാട്ടിലുള്ള ആളുകളൊക്കെ കൂടിയാണ് എടുക്കല്. അങ്ങനെ അവരെല്ലാവരും കൂടി തീരുമാനിച്ചപ്പോൾ ബാഫഖി തങ്ങൾ അതിന് സമ്മതം മൂളി. ആ സമ്മതം മൂളിയ സമയത്ത് ചന്ദ്രികയുടെ ഒരു കാര്യമായ സ്ഥാനം വഹിച്ചിരുന്ന ഒരു എഞ്ചിനീയർ, അദ്ദേഹം വന്ന് റിട്ടയർഡ് ആയിട്ടുണ്ട്. ആ എഞ്ചിനീയറെ ഇതിന്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ ഏൽപ്പിച്ചുകൊണ്ട് യോഗം പിരിഞ്ഞു. എഞ്ചിനീയർ ആണെങ്കിലോ കടുത്ത വഹാബിയുമാണ്. അയാൾ ലീഗുകാരനാണ്. ലീഗിൽ കൂടി നുഴഞ്ഞു കയറിയ ആട്ടിൻതോലണിഞ്ഞ ചെന്നായയാണ്. അപ്പൊ ഈ ഒരു വസ്തുതയൊന്നും ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങൾ മനസ്സിലാക്കിയില്ല. 64 തുടങ്ങിയ പണി 64-ലോ 65-ലോ 66-ലോ പൂർത്തിയാക്കിയില്ല. ഒച്ചിന്റെ വേഗതയിലായിരുന്നു പണി നീങ്ങിയിരുന്നത്. എന്താണ്? ഈ വഹാബികൾക്ക് ഒരു ഗൂഢതന്ത്രമുണ്ട്. ഇവർ കള്ളത്തരത്തിൽ ഈ പള്ളി കോഴിക്കോട് രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആരുടെ പേരിൽ? കേരള നദ്വത്തുൽ മുജാഹിദീന്റെ പേരിൽ. പള്ളിയോ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിലും. ഈ പള്ളി ഇവർ കള്ള രജിസ്റ്റർ ചെയ്ത് കട്ടെടുത്തിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് പണി പൂർത്തിയാക്കി നിസ്കാരം തുടങ്ങിയാൽ സുന്നികൾ സമ്മതിക്കുകയില്ല. രജിസ്ട്രേഷന് കുറച്ച് പഴക്കം വേണം. അങ്ങനെ 1 കൊല്ലം 2 കൊല്ലം. 966 അവസാന കാലഘട്ടത്തിൽ പള്ളിയുടെ ആ അടിഭാഗത്തെ നില അത് പൂർത്തിയാക്കി. അങ്ങനെ അന്നത്തെ രൂപത്തിൽ അതൊക്കെ ശരിയാക്കി തേച്ച് പെയിന്റ് അടിച്ച് അവിടെ നിസ്കാരം തുടങ്ങി. നിസ്കാരം തുടങ്ങുമ്പോൾ അത് നിസ്കാര പള്ളിയായിരുന്നു, ജുമാ തുടങ്ങിയിട്ടില്ല. നിസ്കാരം ഇങ്ങനെ തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ പറഞ്ഞു, ഇവിടെ ബസ്സിനൊക്കെ പലരും വരുന്നുണ്ട്, അവർക്ക് ജുമാക്ക് പോകാൻ പുഴവക്കത്തെ പള്ളിയിലോ അല്ലെങ്കിൽ അപ്പുറം പള്ളിയിലേക്ക് പോകണം, അതുകൊണ്ട് നമ്മളിവിടെ ജുമാ തുടങ്ങുക എന്ന് തീരുമാനിച്ചു. നാട്ടുകാർക്കൊക്കെ സന്തോഷം, അവിടെ ജുമാക്ക് കൂടുന്നവർക്കൊക്കെ. പക്ഷേ ജുമാ തുടങ്ങി. സാധാരണ പോലെ 2 ബാങ്ക് വിളിച്ചു. ഒരു മുഅദ്ദിൻ, ഒരു മുക്രി എണീച്ച് മഅ്ശറ വിളിച്ചു. അല്ലെ, മഅ്ശറൽ മുസ്ലിമീൻ റഹ്മക്കുമുല്ലാ, നമ്മുടെ സുന്നി പള്ളികളിലൊക്കെ കേൾക്കുന്ന ആ വാചകം അവിടെയും കേട്ടു. ആദ്യത്തെ ജുമായാണ്. അങ്ങനെ ആ വാള് അഥവാ വാളിന്റെ രൂപത്തിലുള്ള ആ മരക്കഷ്ണം അത് ഖത്തീബിന് കൊടുത്തു. ഖത്തീബ് മിമ്പറിൽ കയറി സലാം പറഞ്ഞ് അവിടെ ഇരുന്നു. പിന്നീട് 2ാമതൊരു ബാങ്ക് കൂടി കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ഖത്തീബ് സലാം പറഞ്ഞു, അൽഹംദുലില്ലാ,
അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറഞ്ഞതിന് ശേഷം പ്രിയമുള്ള സഹോദരന്മാരെ എന്ന് പറഞ്ഞ് മലയാളത്തിൽ ഖുതുബ ഓതാൻ തുടങ്ങിയപ്പോൾ ഖുതുബക്ക് സന്നിഹിതരായിരുന്ന ആളുകൾ രോഷാകുലരായി ഇമാമിനെ കൊള്ളത്തിരിഞ്ഞു. അവർ ഇമാമിനെ മിമ്പറിൽ നിന്നും പിടിച്ചിറക്കി. അതുതന്നെയായിരുന്നു വഹാബികളുടെ ഉദ്ദേശവും. അവർ നേരത്തെ തന്നെ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ വിവരം കൊടുത്തിരുന്നു, ഞങ്ങളിവിടെ ജുമാ തുടങ്ങുന്നുണ്ട്, അവിടെ ചില സംഘർഷമുണ്ടാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇത്ര സമയത്ത്, അന്ന് ബാങ്ക് വിളിക്കുന്ന സമയം, ഇന്നത്തെ പോലെ മൊബൈൽ ഫോണോ മറ്റു സൗകര്യങ്ങളോ ഇല്ലാത്ത കാലമാണ്, അതുകൊണ്ട് ബാങ്ക് വിളിക്കുന്ന സമയം പറഞ്ഞു കൊടുത്തു, ആ സമയത്ത് നിങ്ങൾ അവിടെ എത്തണം. അങ്ങനെ അവിടുത്തെ പൗരപ്രധാനികളാണ്, കച്ചവടക്കാരാണ്, ഉദ്യോഗസ്ഥന്മാരാണ്, അതിൽ എഞ്ചിനീയർമാരുണ്ട്, മറ്റുദ്യോഗസ്ഥന്മാരുണ്ട്. അതുകൊണ്ട് പോലീസുകാർ അവരുടെ വാക്കിന് വില കൽപ്പിച്ചുകൊണ്ട് ആ സമയത്ത് തന്നെ അവിടെ എത്തി നോക്കുമ്പോൾ പള്ളിയിൽ സംഘർഷം. അങ്ങനെ ഖുതുബ ഓതാൻ പറ്റില്ല, ഞങ്ങൾ അങ്ങനെ തന്നെ ഓതും. അങ്ങനെ ആകെ ബഹളം. പോലീസ് പള്ളിയിൽ കയറി. എന്താണ് വിഷയമെന്ന് ചോദിച്ചപ്പോൾ ആ പള്ളിയുടെ വഹാബികളായിരിക്കുന്ന ഭാരവാഹികൾ അവർ രജിസ്റ്റർ ചെയ്ത റെക്കോർഡുകൾ ഈ പോലീസിന്റെ മുഖേന എടുത്തു കൊടുക്കുന്നു. പോലീസുകാർ അത് വായിച്ചിട്ട് പറയുന്നു, ഈ പള്ളി കേരള നദ്വത്തുൽ മുജാഹിദിന്റെ പേരിൽ കോഴിക്കോട് ജില്ലാ രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട പള്ളിയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ അവകാശമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി പള്ളി നിർമ്മിക്കാം, ഇവിടെ നിങ്ങൾ ഇവരുടെ ആരാധനാകർമ്മങ്ങൾ തടസ്സപ്പെടുത്തുകയാണ്, നിശ്ചയമായും ഞങ്ങൾക്ക് നിയമ നടപടി സ്വീകരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് സുന്നികളെ പള്ളിയിൽ നിന്നും പുറത്താക്കി. കണ്ണുനീരോടുകൂടി കോഴിക്കോട് പാളയം സ്റ്റാൻഡിൽ ജോലി ചെയ്തിരുന്ന പോർട്ടർമാരും പരിസരത്തുള്ള സാധുക്കളായ സുന്നികളും വളരെ വേദനയോടുകൂടി ഇറങ്ങിപ്പോരുകയും അവർ അടുത്ത പള്ളിയിലേക്ക് പെട്ടെന്ന് ജുമാക്ക് പോവുകയും ചെയ്തു. ഈ പള്ളി തട്ടിയെടുക്കാൻ അവർക്ക് ഒത്താശ ചെയ്തു കൊടുത്തത് അന്നത്തെ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതി വക്കീലായിരുന്നു എന്നുകൂടി നാം ഓർക്കേണ്ടതുണ്ട്. കാരണം ഇവരൊക്കെ രാഷ്ട്രീയത്തിലൂടെ നുഴഞ്ഞു കയറിയവരായിരുന്നു. ഈ വഹാബികളൊക്കെ രാഷ്ട്രീയത്തിലൂടെ നുഴഞ്ഞു കയറിയവരാ. അവർക്ക് സ്വന്തമായി ഇവിടെ ഒരു വോയിസ് ഉണ്ടാവുകയില്ല, അവർ പറഞ്ഞാൽ ആള് കേൾക്കുകയില്ല എന്ന് മനസ്സിലാക്കി അവർ രാഷ്ട്രീയത്തിൽ അവർ നുഴഞ്ഞു കയറിയിട്ടാണ് അവർ ഈ സമുദായത്തിന്റെ മുന്നിൽ ഞങ്ങൾ വലിയ പ്രവർത്തകരാണ്, ഞങ്ങൾ വലിയ ആളുകളാണ്, സേവനം ചെയ്യുന്നവരാണെന്ന് വരുത്തി തീർത്ത് സാധാരണക്കാരെ അവർ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഈ വഹാബി പരിശകൾ ഇവിടെ രംഗത്ത് വന്നത്. ഒന്നുകൂടി അതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് വായിക്കാൻ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന തൻ്റെ കുട്ടികൾക്ക്, തൻ്റെ അനുജന്മാരുടെ കുട്ടികൾക്ക്, തൻ്റെ പെമ്മക്കളുടെ കുട്ടികൾക്ക്, മക്കളുടെ മക്കൾക്കൊന്നും ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാൻ അവിടെ മദ്രസയിലേക്ക് പറഞ്ഞേക്കാതെ വീട്ടിൽ വെച്ച് തന്നെ ഒരാളെ നിശ്ചയിച്ച് ഖുർആൻ പഠിപ്പിക്കലായിരുന്നു പതിവ്. മാട്ടൂലിലുള്ള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന ഒരാളായിരുന്നു ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങളുടെ വീട്ടിൽ കുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിച്ചിരുന്നു. മഹാനായ ബാഫഖി തങ്ങൾ ആലിമീങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്നവരും ആലിമീങ്ങളുടെ വാക്ക് അക്ഷരം പ്രതി അംഗീകരിക്കുന്ന മഹാനും കൂടിയായിരുന്നു. ഞാൻ ചെറുപ്പത്തിൽ തന്നെ ഒരു മുസ്ലിം ലീഗിന്റെ തറവാട്ടിൽ ജനിച്ചു വളർന്നവനായതുകൊണ്ട് ഞാൻ മുസ്ലിം ലീഗുകാരനായിരുന്നു. ഞാൻ ഇന്ന് വരെ മറ്റൊരു പാർട്ടിയിൽ അംഗത്വം എടുത്തിട്ടുമില്ല. അതും കൂടി ഞാൻ ഈ കൂട്ടത്തിൽ പറയുന്നു. മഹാനായ ബാഫഖി തങ്ങളെ കാണേണ്ട ഒരാവശ്യത്തിന് 1966 67 എന്നാണ്, അഥവാ മുസ്ലിം ലീഗ് ഇവിടെ അധികാരത്തിൽ വരുന്നതിന് കുറച്ചു മുമ്പ് ഞാൻ കണ്ണൂരിൽ നിന്നും കൊയിലാണ്ടി തങ്ങളുടെ വീട്ടിലെത്തിയ സന്ദർഭം അന്ന് കുറച്ച് താമസിച്ചതിന്റെ പേരിൽ രാത്രി അങ്ങോട്ട് തിരിച്ചു പോകാൻ കഴിഞ്ഞില്ല. അന്ന് ബാപ്പക്ക തങ്ങളുടെ വീട്ടിൽ തന്നെയാണ് ഞാൻ അന്ന് അന്തി ഉറങ്ങിയത്. അന്നത്തെ രാത്രി ബഹുമാനപ്പെട്ട ബാപ്പക്കി തങ്ങൾ ചില ദീനിന്റെ കാര്യങ്ങളൊക്കെ അബ്ദുൽ ഖാദർ മുസ്ലിയാരുമായി ചർച്ച ചെയ്യും, പഠിക്കും, മനസ്സിലാക്കും. അങ്ങനെ മുത്തഅല്ലിമീങ്ങളെ അടക്കം വളരെ കൂടുതൽ ബഹുമാനിക്കുന്ന ആളായിരുന്നു ബാപ്പക്കി തങ്ങൾ. ഈ സംഭാഷണം നടത്തുന്ന മധ്യേ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ മുസ്ലിയാർ തങ്ങളോട് പറഞ്ഞു, തങ്ങളെ ഈ ലീഗ് കൊണ്ട് സമുദായത്തിന് ഭാവിയിൽ ദോഷമുണ്ടാകും. തങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ മുസ്ലിം ലീഗ് കൊണ്ട് ഭാവിയിൽ സമുദായത്തിന് ദോഷമുണ്ടാകും. ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങൾ സ്വതസിദ്ധമായ പുഞ്ചിരിയോട് ചോദിക്കുന്നു, അതല്ല ഖാദർ മുസ്ലിയാരെ, മുസ്ലിം ലീഗ് കൊണ്ട് എന്താണ് സമുദായത്തിന് ദോഷം? ഇവിടെ ഗവൺമെന്റിൽ നിന്നോ മറ്റേതെങ്കിലും കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കാനുണ്ടെങ്കിൽ അത് നേടിയെടുത്ത് ഈ സമുദായത്തിന് കൊടുത്താൽ അത് ഉപകാരമല്ലേ ആവുകയുള്ളൂ. എന്താണ് ഉപദ്രവം എന്താണ് ഉണ്ടാവുക? ഒരു ഉപദ്രവവും ഞാൻ കാണുന്നില്ലല്ലോ. മഹാനായ മർഹൂം അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറയുന്നു, തങ്ങളെ
നിങ്ങൾക്കത് വേണ്ടതുപോലെ ചിന്തിക്കാത്തത് കൊണ്ടാണ്. കൊയിലാണ്ടിയിൽ മുസ്ലിം ലീഗിന്റെ ഒരു യോഗം നടക്കുന്നു. ആ യോഗത്തിൽ ബഹുമാനപ്പെട്ട തങ്ങളാണ് അധ്യക്ഷം വഹിക്കുന്നത്. അവിടെ പ്രസംഗിക്കാൻ ലീഗിന്റെ നേതാക്കളായി പലരും വരും. ആ വരുന്ന കൂട്ടത്തിൽ KC അബൂബക്കർ മൗലവി എന്ന ഒരു ഹാസ്യ പ്രാസംഗികൻ എന്ന ലീഗിലുണ്ടായിരുന്നു. എല്ലാവരെയും ചിരിപ്പിക്കുന്ന പ്രാസംഗികനാണ്. അയാളുടെ പ്രസംഗം കേൾക്കാൻ എല്ലാവരും ഒത്തുകൂടും. സാധുവായ ഞാനും കൂടിയിട്ടുണ്ട്. കാരണം അന്ന് ഇത്രയൊന്നും നമുക്ക് ചിന്താശക്തി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം എത്ര നീണ്ടാലും ആർക്കും ഒരു അലോസരവും തോന്നുകയില്ല. അങ്ങനെ രസികനായ പ്രാസംഗികനാണ് അദ്ദേഹം. കടുത്ത വഹാബിയുമാണ്. അല്ലെ, അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറയുന്നു, തങ്ങളെ ഈ മുസ്ലിം ലീഗിന്റെ യോഗത്തിൽ തങ്ങൾ അധ്യക്ഷം വഹിച്ച് ഒരാൾ പ്രസംഗിക്കും, പിന്നെ ഒരാൾ പ്രസംഗിക്കും, പിന്നെ പ്രസംഗിക്കുന്ന ഒരാൾ ഉദാഹരണത്തിന് KC അബൂബക്കർ മൗലവിയാണ്. അപ്പൊ അധ്യക്ഷൻ എന്ന നിലക്ക് തങ്ങൾ പറയും, ഇനി ബഹുമാനപ്പെട്ട KC അബൂബക്കർ മൗലവി നമ്മളോട് പ്രസംഗിക്കും. അപ്പൊ KC അബൂബക്കർ മൗലവി സ്പീക്കറിന്റെ അടുത്തേക്ക് വരും. അദ്ദേഹം പ്രസംഗം നടത്തും, എല്ലാവരെയും ചിരിപ്പിക്കും. അങ്ങനെ ലീഗിന്റെ യോഗം കഴിഞ്ഞ് തിരിച്ചു പോകും. 2 ദിവസം കഴിഞ്ഞാൽ വഹാബി മാറാപ്പുമായി KC അബൂബക്കർ മൗലവി കൊയിലാണ്ടിയിൽ വരും. എന്നിട്ട് മറ്റുള്ളവർ പറയും, KC അബൂബക്കർ മൗലവിയുടെ പ്രഭാഷണമുണ്ട്. അപ്പൊ 4 ദിവസം മുമ്പ് ഇയാളെ പ്രഭാഷണം കേട്ട എല്ലാ മുസ്ലിമീങ്ങളും മുസ്ലിം ലീഗുകാരും അവിടെ ഒരുമിച്ച് കൂടും. എന്നിട്ട് ദീനിനെതിരായിരിക്കുന്ന അവരുടെ ഈ അബദ്ധജടിലമായ വാദങ്ങൾ അവരവിടെ ഇങ്ങനെ നിരത്തും. അപ്പൊ ഇവരിങ്ങനെ ചിന്തിക്കും, ഇയാൾ പറയുന്നത് ശരിയാണ്. കാരണം 4 ദിവസം മുമ്പ് ബാഫഖി തങ്ങളവറുകൾ ബഹുമാനപ്പെട്ട KC അബൂബക്കർ മൗലവി എന്ന് പറഞ്ഞ ആളാണ്. അതുകൊണ്ട് ഇയാൾ പറയുന്നത് ശരിയാണ് എന്ന് മനസ്സിലാക്കി ആ പിഴച്ച വാദത്തിലേക്ക് സാധുക്കളായ മുസ്ലിമീങ്ങൾ പോകും തങ്ങളെ എന്ന് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ മുസ്ലിയാർ തങ്ങളോട് അന്ന് ഉപദേശിച്ചു. പക്ഷേ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ അതിന് പറഞ്ഞ മറുപടി, അതിനിപ്പുറത്ത് ആലിമീങ്ങളുണ്ടല്ലോ, ആ ആലിമീങ്ങൾ അതിന് ശക്തിയുക്തം എതിർക്കണം. അങ്ങനെ ഒരു മൗലവി എന്ന് പറയുമ്പോൾ അത് ശരിയല്ലെന്ന് ആലിമീങ്ങൾ പറഞ്ഞു കൊടുക്കണം. ആ കാര്യം അങ്ങനെ സോൾവ് ചെയ്യാം എന്ന് പറഞ്ഞാണ് ആ ചർച്ച അന്ന് അവസാനിച്ചത്. നിങ്ങൾ നോക്ക്, ഏകദേശം ഒരു 40-50 കൊല്ലം മുമ്പ് ബഹുമാനപ്പെട്ട തങ്ങളും അബ്ദുൽ ഖാദർ മുസ്ലിയാരും ചർച്ച ചെയ്ത ആ കാര്യമെന്ന് സൂര്യപ്രകാശം പോലെ തെളിഞ്ഞു വന്നില്ലേ? ആ സമുദായ പാർട്ടി കൊണ്ട് എത്ര നഷ്ടങ്ങളാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. ഞാൻ നിങ്ങളുടെ ശ്രദ്ധ വേണ്ടുവോളം ഇതിലേക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി പഴയകാല ആ ചരിത്രം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അങ്ങനെ ഈ കക്ഷികളൊക്കെ അഥവാ ഈ കക്ഷികൾ മുഴുവനും ഈ രാഷ്ട്രീയ കുപ്പായമണിഞ്ഞ് ഇവിടെ നേതൃത്വത്തിൽ വന്ന് എത്രത്തോളം മുസ്ലിം ലീഗിന് ഒരു ഹൈ പവർ കമ്മിറ്റി ഉണ്ടായിരുന്നു. പണ്ട് 62 ആളുകളാണ് അതിലുണ്ടായിരുന്നത്. ഈ 62 ആളുകളിൽ ശരിയായ സുന്നി ആശയമുള്ള 2 ആളുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കൂടാതെ ഒരാൾ മാത്രമേ ശരിയായ സുന്നി ആശയം ഉള്ള ആള് ഈ 62 ആളിൽ അന്നുണ്ടായിരുന്നുള്ളൂ. ബാക്കി 60 ആളുകളും ഏതെങ്കിലും ഒരു നിലക്ക് പുത്തനാശയക്കാരായിരുന്നു. ഒന്നുകിൽ അവർ മുജാഹിദ്, അല്ലെങ്കിൽ ജമാഅത്ത്, അല്ലെങ്കിൽ ഖാദിയാനി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു തബ്ലീഗ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പുത്തൻവാദി, അല്ലെങ്കിലോ എമിറ്റേഷൻ സുന്നികൾ. എമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ 80% സുന്നത്ത് ജമാഅത്തിന്റെ വിരോധവും വേണമെങ്കിൽ 20% സുന്നി ആകാം എന്ന നിലക്കുള്ളവർ അല്ലേ. ബാഫഖി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് കടുത്ത വഹാബികളായ AV അബ്ദുറഹ്മാൻ ഹാജിയും MK ഹാജിയും ഒക്കെ ബാഫഖി തങ്ങളുടെ പിന്നിൽ നിന്ന് സുബഹിക്ക് കുനൂത്ത് ഓതുന്നത് നേരിട്ട് കണ്ടവനാണ് ഞാൻ. അവർ വഹാബികളായിരുന്നു. ബാഫഖി തങ്ങളുടെ മുന്നിൽ അവർക്ക് വോയിസ് ഇല്ലായിരുന്നു. അതുകൊണ്ടാണല്ലോ 971 MES-മായി വിട്ടുനിൽക്കണമെന്നുള്ള ഒരു തീരുമാനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എടുത്തപ്പോൾ മഹാനായ ബാഫഖി തങ്ങൾ ഉടനെ അത് മുഖവിലക്കെടുക്കുകയും മുസ്ലിം ലീഗിന്റെ സ്റ്റേറ്റ് കൗൺസിൽ വിളിച്ചുകൂട്ടി MES-ൽ നിന്ന് മുസ്ലിമീങ്ങളൊക്കെ മാറി നിൽക്കണമെന്ന് തങ്ങൾ ആഹ്വാനം ചെയ്തപ്പോൾ ചെറിയ MK സാഹിബും ഇതുപോലെ ഈ CH മൂടുവായ സാഹിബ്, അതുപോലെ MK ഹാജി, അബുഖാദർ കുട്ടിനഹ, AV അബ്ദുറഹ്മാൻ ഹാജി തുടങ്ങിയ കടുത്ത വഹാബികൾ
അവരൊക്കെ തങ്ങളോട് പറഞ്ഞു നോക്കി, അവർ വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തുന്നവരല്ലേ, എന്തിന് നാം അതിൽ ഇടപെടണം എന്ന് ചോദിച്ചപ്പോൾ അർത്ഥസംഖ്യക്കിടമില്ലാതെ ആലിമീങ്ങളുടെ വാക്ക് അത് അക്ഷരപ്രതി സ്വീകരിക്കുന്ന മഹാനായ ബാഫഖി തങ്ങൾ പറഞ്ഞു, ആലിമീങ്ങൾ പറഞ്ഞിട്ടുണ്ട് വിട്ടു നിൽക്കണം, അതുകൊണ്ട് ഞാൻ വിട്ടു നിൽക്കുന്നു. അപ്പൊ മനമില്ല മനസ്സോടെ ഈ MK ഹാജി രാജിവെച്ചു, CH രാജിവെച്ചു, അല്ലെ, എല്ലാ നേതാക്കളും രാജിവെച്ചു. എത്രത്തോളം. എന്നിട്ട് അന്ന് ആ MES പ്രസിഡന്റ് ആയിരുന്ന കൊടുങ്ങല്ലൂർക്കാരൻ ഡോക്ടർ ഗഫൂർ ആലിമീങ്ങൾക്കെതിരെ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ അന്നത്തെ ഒരു നല്ല പ്രാസംഗികനായിരുന്ന മുസ്ലിം ലീഗിന്റെ നേതാവായിരുന്ന CH മുഹമ്മദ് സാഹിബ് മാട്ടൂൽ അഴീക്കലിൽ ഒരു മദ്രസയുടെ ഉദ്ഘാടന പരിപാടിയിൽ മഹാനായ ബാഫഖി തങ്ങളുണ്ട്. ആ മാട്ടൂലിലുള്ള ആളുകളൊക്കെ മുസ്ലിം ലീഗുകാരായിരുന്നു അന്ന്. ഇന്നും എല്ലാവരും മുസ്ലിം ലീഗുകാർ തന്നെ. പക്ഷേ മുസ്ലിം ലീഗിന്റെ കാര്യമൊക്കെ മനസ്സിലൊതുക്കി ജീവിക്കുന്നവരായിരുന്നു അവിടെയുള്ള കുറെ ആളുകൾ, അല്ലെ. ആ മുസ്ലിം ലീഗുകാരായതിന്റെ പേരിലും അവിടെ മാട്ടൂലിൽ മുസ്ലിമീങ്ങൾക്കാണ് ഭൂരിപക്ഷം അതിന്റെ പേരിലും മുസ്ലിം ലീഗിന്റെ നേതാക്കളാകുന്ന ബാഫഖി തങ്ങളെയും CHനെയും ആ മദ്രസ ഉദ്ഘാടനത്തിലേക്ക് ക്ഷണിച്ചു. ആ മദ്രസ ഉദ്ഘാടനം മഹാനായ CH പറയുകയാണ്, ഈ ഗഫൂർ സാഹിബ് ആലിമീങ്ങളെ കൊള്ള തിരിഞ്ഞപ്പോൾ, മിസ്റ്റർ ഗഫൂർ, നിങ്ങൾക്ക് രക്തത്തിലെ പഞ്ചസാര അളക്കാൻ അറിയാം. ആലിമീങ്ങളുടെ ഇൽമ് അത് നിങ്ങളുടെ സെസ്കോപ്പിൽ വെച്ച് അളന്നാൽ അത് ലഭിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് മര്യാദക്ക് മിണ്ടാണ്ടിക്കലാന്നുള്ളത് എന്ന് ഭൗതികവാദിയായ CH പോലും അന്ന് ബാഫഖി തങ്ങൾക്ക് വേണ്ടി പറയേണ്ടി വന്നു. അങ്ങനെ ഇവർ എല്ലാ നിലക്കും പല പേരിലും രംഗപ്രവേശനം ചെയ്തു വന്നു, അല്ലെ. മോഡേൺ ഏജ് സൊസൈറ്റി എന്ന് പറഞ്ഞ് MESന്റെ കീഴിൽ ഒരു സൊസൈറ്റി ഉണ്ടാക്കി, ഒരു കമ്മിറ്റി ഉണ്ടാക്കി, ഖുർആൻ മുഹമ്മദ് നബി എഴുതിയുണ്ടാക്കിയതാണെന്ന് പോലും ഇവർ പ്രചരിപ്പിക്കാൻ തുടങ്ങി. ചേകനൂരും ബാക്കിയുള്ളവരൊക്കെ അതിന് പിന്തുണ കൊടുക്കുകയും ചെയ്തു. ഇതൊക്കെ നടക്കുന്നത് 1969, 70, 71, 72 കാലങ്ങളിലാണ്. അങ്ങനെ വിഷകുലുഷിതമായിരിക്കുന്ന ഒരന്തരീക്ഷത്തിലാണ് 1974 ബഹുമാനപ്പെട്ട AP ഉസ്താദ് അവറുകൾ മുഷാവറയിലേക്ക് വരുന്നതും ആ 74 തന്നെ ലീഗിൽ ഈ പിളർപ്പുണ്ടാകുന്നതും. ഒരു കൂട്ടര് കോഴിക്കോട് യോഗം ചേർന്നു, മറ്റൊരു കൂട്ടര് വടകര യോഗം ചേർന്നു. അങ്ങനെ ഞങ്ങളാണ് വലുത്, ഞങ്ങളാണെന്ന് വലുതെന്ന് പറഞ്ഞ് ഇവിടെയുള്ള പല പത്രക്കാരും മുസ്ലിമീങ്ങളുടെ ഭിന്നിപ്പ് ആഗ്രഹിക്കുന്നവരൊക്കെ അവർക്ക് പിന്തുണയും കൊടുത്ത് അങ്ങനെ പ്രബലമായിരിക്കുന്ന ഈ രാഷ്ട്രീയ കക്ഷിയെ പിളർത്തി MLA-മാർ ഒരു ഭാഗത്ത് തോനെ മറുഭാഗത്ത് കുറവ്, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ ഉണ്ട്. ഞാനത് വിശദീകരിക്കുകയല്ല. എന്നിട്ട് പിന്നെ മറ്റു പല വഞ്ചനാപരമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്തി ഒരു ഗ്രൂപ്പിനെ വലുതാക്കുകയും മറ്റൊന്നിനെ അടിച്ചമർക്കുകയും ചെയ്തു. എന്നാലും അത് ഈ സമുദായത്തിന് അന്ന് വലിയ മുസീബത്തായിരുന്നു. ആ മുസീബത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദീനീ പ്രവർത്തനവുമായി ബഹുമാനപ്പെട്ട AP ഉസ്താദ് രംഗപ്രവേശനം ചെയ്തപ്പോൾ ഈ രാഷ്ട്രീയ കുപ്പായമണിഞ്ഞ ഈ വഹാബികളും അതുപോലെയുള്ള മുബ്തദീങ്ങളും AP ഉസ്താദിന്റെ പ്രവർത്തനം അത് തടയിടാൻ വേണ്ടി AP വിമതനാണ് എന്ന് പ്രചരിപ്പിച്ചു. വിമതൻ, 2 ലീഗാണ്ടായിരുന്നു, ഒന്ന് അമത ലീഗ്, ഒന്ന് വിമത ലീഗ്, അല്ലേ. ഒന്ന് അഖിലേന്ത്യാ ലീഗ്, ഒന്ന് ഔദ്യോഗിക ലീഗ്. ഇങ്ങനെയൊക്കെ പേര് പലതും അതിൽ പറഞ്ഞു. പേര് കൊടുത്തുകൊണ്ട് APനെ ഒരു രാഷ്ട്രീയക്കാരനാക്കി. ആദ്യം സത്യത്തിൽ AP ഉസ്താദ് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും അന്നും ഇന്നും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളായിരുന്നില്ല. എന്നാൽ 2 രാഷ്ട്രീയത്തിലും ഉള്ള ആളുകളോട് വ്യക്തിപരമായ ബന്ധം ബഹുമാനപ്പെട്ട AP ഉസ്താദ് അവറുകൾ വെച്ചു പുലർത്തിയിരുന്നു. അഖിലേന്ത്യാ ലീഗിന്റെ കേരള ഘടകം പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ ബാഫഖി തങ്ങളുമായും, ഔദ്യോഗിക ലീഗിന്റെ കേരള ഘടകം പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മർഹൂം പാണക്കാട് പൂക്കോയ തങ്ങളുമായും ഒരേ നിലക്ക് ബന്ധം പുലർത്തിയിരുന്ന ആളായിരുന്നു ബഹുമാനപ്പെട്ട AP ഉസ്താദ്. എന്നിട്ടും ഈ രാഷ്ട്രീയ ഭിക്ഷാന്തേഹികൾ AP ഉസ്താദിനെ ഒരു രാഷ്ട്രീയക്കാരനായി ചിത്രീകരിച്ചു. എന്നിട്ട് അത് സ്ഥിരീകരിക്കാൻ വേണ്ടി 1979 ബഹുമാനപ്പെട്ട AP ഉസ്താദിന്റെ ആദ്യത്തെ തന്റെ പ്രിയപ്പെട്ട പുത്രി, അതിന്റെ ആദ്യത്തെ മൂത്ത പുത്രിയുടെ കല്യാണം, അഥവാ മർക്കസിന്റെ ജനറൽ മാനേജർ, അനുഗ്രഹീത പ്രഭാഷകൻ, നല്ല പണ്ഡിതൻ, ബഹുമാനപ്പെട്ട C ഫൈസി എന്ന പേരിൽ അറിയപ്പെടുന്ന C മുഹമ്മദ് ഫൈസി ഉസ്താദിന്റെ ശിഷ്യനാണ്. കാന്തപുരത്ത് ഉസ്താദിന്റെ കൂടെ ദർസിൽ പഠിച്ച് പട്ടിക്കാട് കോളേജിൽ നിന്നും ബിരുദമെടുത്ത് പുറത്തിറങ്ങിയ കാലം തന്റെ പ്രിയപ്പെട്ട മകളെ ബഹുമാനപ്പെട്ട
AP ഉസ്താദ് C പൈസയ്ക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്ന ചടങ്ങ്, ആ വിവാഹം നടക്കുന്ന സമയം ഒന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. AP ഉസ്താദിന്റെ അടുത്ത അങ്ങാടിയാകുന്ന കാന്തപുരത്തിന്റെ അടുത്ത അങ്ങാടിയാണ് പൂനൂർ. ആ പൂനൂരങ്ങാടിയിൽ ആറുമരക്കാർ ഹാജി എന്ന ഒരു പൗരപ്രധാനി അവരുടെ സ്വന്തം ചെലവിൽ നിർമ്മിച്ച ഒരു പള്ളി പൂനൂരങ്ങാടിയുടെ മധ്യത്തിലുണ്ട്. ആ പള്ളി സുന്നികൾ നടത്തുന്ന പള്ളിയായിരുന്നു. ബഹുമാനപ്പെട്ട മരക്കാർ ഹാജിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ ഒരു മകൻ മുഅ്തദീങ്ങളിൽ പെട്ടുപോയപ്പോൾ ആ മുഅ്തദീങ്ങളിൽ പെട്ടുപോയ മകനെ മറ്റുള്ള വഹാബികളും മറ്റുള്ളവരും സ്വാധീനിച്ചുകൊണ്ട് ആ പള്ളി കൈക്കലാക്കാൻ വഹാബികൾ എല്ലാ ശ്രമവും നടത്തിയില്ല. ആ പള്ളിയിൽ അവർ മെമ്പർ വെച്ചപ്പോൾ സുന്നികൾ ആ മെമ്പർ കൊണ്ടുപോയി പൂനൂർ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു. രണ്ടാമത് അവര് സിമന്റ് കൊണ്ടുണ്ടാക്കിയ മെമ്പർ അതും സുന്നികൾ അടിച്ച് തകർത്ത് ഇവിടെ സുന്നികളെ പള്ളിയാണ്, വഹാബി ഇവിടെ ഖുതുബ ഓതാൻ പാടില്ലെന്ന് പറഞ്ഞു. പക്ഷേ അന്നത്തെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഈ വഹാബികൾ ഭരിക്കുന്ന ലീഗ് മന്ത്രിമാരെ സ്വാധീനിച്ച് അവിടെയുള്ള സുന്നികളെ പള്ളിയുടെ ഉള്ളിൽ വെച്ചും പുറത്തു വെച്ചും ലാത്തിച്ചാർജ് നടത്തി. പല സുന്നികളുടെയും തലപൊട്ടി, കൈമുറിഞ്ഞു, പരിക്ക് പറ്റി ആശുപത്രിയിലായി. എന്നിട്ടും സുന്നികൾ സധൈര്യം മുന്നോട്ട് നിന്ന് അൽഹംദുലില്ലാഹ് ആ പള്ളി ഇന്നും സുന്നികളുടെ കയ്യിൽ തന്നെയാണ്. അവസാനം 10,000 ഉറുപ്പിക സുന്നികളിൽ നിന്നും വാങ്ങി വഹാബികൾ പത്തിമടക്കി പോകേണ്ടി വന്നു. ആ സന്ദർഭത്തിലാണ്, അത്രമാത്രം വഹാബികളോട് സുന്നികൾ ഏറ്റുമുട്ടുന്ന സന്ദർഭത്തിലാണ് ബഹുമാനപ്പെട്ട AP ഉസ്താദിന്റെ മകളുടെ കല്യാണം കാന്തപുരത്ത് വെച്ച് നടക്കുന്നത്. ആ സമയത്ത് ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ ബാഫഖി തങ്ങളെ ബഹുമാനപ്പെട്ട AP ഉസ്താദ് കല്യാണത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. കാരണം തങ്ങൾ ഏത് ലീഗാണെന്ന് നോക്കിയിട്ടല്ല, അഹ്ലുൽ ബൈത്തിലെ പ്രമുഖനാണ്. റസൂലുള്ളാഹിന്റെ 33ാമത്തെ കുടുംബ പരമ്പരയിൽ ജനിച്ച മഹാനായ ഒരു സയ്യിദ് വംശത്തിൽപ്പെട്ട അഹ്ലുൽ ബൈത്തിൽപ്പെട്ട മഹാനാണ് സയ്യിദ് ഉമർ ബാഫഖി തങ്ങൾ. പാണക്കാട്ടുള്ള തങ്ങന്മാരെയും വിളിച്ചിരുന്നു. പക്ഷേ ചില വൈകാരിക കാരണങ്ങളെ കൊണ്ട് അവർ വന്നില്ല. എന്നാൽ അവസാനം ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രൻ AP ഉസ്താദിന്റെ ലാസ്റ്റ് മകളുടെ കല്യാണം നടക്കുമ്പോൾ ആ കല്യാണത്തിൽ വന്ന് പങ്കെടുക്കുകയും സന്തോഷിക്കുകയും ചെയ്തിട്ടുമുണ്ട് എന്നുകൂടി ഈ സമയത്തിൽ അടിവരയിട്ട് നാം ഓർക്കേണ്ടതുണ്ട്. സയ്യിദ് ഉമർ ബാഫഖി തങ്ങൾ വിളിച്ച കല്യാണത്തിന് അന്ന് അഖിലേന്ത്യാ ലീഗുകാരനാണ് സയ്യിദ് ഉമർ ബാഫഖി തങ്ങൾ. അഖിലേന്ത്യാ ലീഗിന്റെ ഒരു നേതാവാണ് കടുത്ത വഹാബിയായ മേപ്പയൂർക്കാരനായ AV അബ്ദുറഹ്മാൻ ഹാജി. ഈ AV അബ്ദുറഹ്മാൻ ഹാജിയെ AP ഉസ്താദ് കല്യാണത്തിന് വിളിച്ചിട്ടില്ല. പക്ഷേ ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ ബാഫഖി തങ്ങൾ സലാം പറഞ്ഞ് AP ഉസ്താദിന് കൈ കൊടുക്കുമ്പോൾ വിളിക്കാതെ ആളും കല്യാണത്തിന് വന്നിട്ടുണ്ടെന്ന് ഒരു ഇളുപ്യൻ ചിരിയും ചിരിച്ചുകൊണ്ട് ആ കല്യാണ പന്തലിലേക്ക് കയറുമ്പോൾ മഹാനായ കാന്തപുരം ഉസ്താദിന്റെ മുഖം വിവർണമായിരുന്നു. മാത്രമല്ല ഈ AV അബ്ദുറഹ്മാൻ ഹാജിക്ക് കൈ കൊടുക്കാനോ അദ്ദേഹത്തിന്റെ മുഖത്തേക്കൊന്ന് നോക്കാനോ ബഹുമാനപ്പെട്ട ഉസ്താദ് അവர்கள் ഒരു വളരെ വൈഷമ്യത്തോടുകൂടി മറുഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നു. AV അബ്ദുറഹ്മാൻ ഹാജി തങ്ങളുടെ പിറകിൽ കൂടി ആ കോലായിലേക്ക് കയറി മഹാനായ മർഹൂം അബേലത്ത് തങ്ങൾ ഇത് വേണ്ടിയില്ലായിരുന്നു തങ്ങളെ എന്ന് AV അബ്ദുറഹ്മാൻ ഹാജിയെ കേൾപ്പിച്ചു തന്നെ പറയുകയും ചെയ്തു. കല്യാണത്തിൽ ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്ന, വെള്ളം കൊടുക്കുന്ന, മറ്റ് കാര്യങ്ങൾ ചെയ്യുന്ന വളണ്ടിയർമാർ മുഴുവനും ഒരു സെക്കൻഡ് നിശബ്ദരായി നിന്നുപോയി. ആരും വെള്ളം കൊടുക്കുന്നില്ല, ആരും ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്നില്ല. 1 മിനിറ്റ് ആ കല്യാണ പന്തൽ സ്തംഭിച്ചു. മഹാനായ അണ്ടോണ മർഹൂം മുഹീദ്ദീൻ മുസ്ലിയാർ അവர்கள் പരസ്യമായി അവിടുന്ന് പറഞ്ഞു, ഏപ്പിന്റെ കല്യാണം നായി കയറി, ഏപ്പിന്റെ കല്യാണം നായി കയറി. അത് ബഹുമാനപ്പെട്ടവരുടെ സുന്നത്ത് ജമാഅത്തിനോടുള്ള ആ അടങ്ങാത്ത ആവേശമായിരുന്നു അണ്ടോണയെ കൊണ്ട് ആ പറയിപ്പിച്ചത്. കാരണം ഒരു കല്യാണ പന്തലിലൂടെ എല്ലാവരും തൊട്ടാലും വെറുക്കുന്ന ഒരു നായ പോയാലുള്ള സ്ഥിതി തന്നെയാണ് ഈ വഹാബി വന്ന് കയറിയപ്പോൾ ഉണ്ടായത്. ഇതൊക്കെ കേട്ടിട്ടും അവിടുന്ന് മൃഷ്ടാന്ന ഭോജനം നടത്തി ഒരു ഇളിഞ്ഞ ചിരിയുമായി അദ്ദേഹം പോയതിന്റെ പിന്നിൽ വഹാബികൾക്ക് വലിയൊരു അജണ്ട ഉണ്ടായിരുന്നു. അവരുടെ വലിയ പണക്കാരൻ AV അബ്ദുറഹ്മാൻ ഹാജി ചില്ലറക്കാരനല്ല, വെറും ഒരു MLA മാത്രമല്ല. അദ്ദേഹത്തിന്റെ തെങ്ങും തോപ്പിന്റെ കണക്ക് ഒരു പ്രാവശ്യം തേങ്ങ പറിച്ച് മറുതലക്കലെത്തുന്ന സമയത്ത് രണ്ടാമത് പിന്നെയും തേങ്ങ പറിക്കാൻ ഇവിടെ മൂത്തിട്ടുണ്ടാകും. അഥവാ 1-2 മാസമൊക്കെ തേങ്ങ പറിക്കാൻ അത്രമാത്രം പറമ്പുള്ള ആള്, വലിയ ധനാഢ്യൻ.
വലിയ ആളായിരുന്നു, വലിയ പണക്കാരനായിരുന്നു. അങ്ങനത്തെ ഒരു വഹാബിനെ തന്നെ AP ഉസ്താദിന്റെ കല്യാണപ്പന്തലിലേക്ക് പറഞ്ഞയച്ച് ഈ സുന്നി പ്രഭാഷണം നടത്തുന്ന ആദർശം പറയുന്ന മുസ്ലിയാർക്ക് കല്യാണത്തിന് ഒരു 100 രൂപയുടെ കവർ കിട്ടാൻ ഏത് വഹാബികളെയും കൂട്ടുപിടിക്കുമെന്ന് ഇവിടെ ദീനിന്റെ ശത്രുക്കൾക്ക് പ്രചരണം നടത്തണം. അതിനുവേണ്ടി അവരെടുത്ത ഒരു ഏറ്റവും നിഗൂഢമായ ഒരു തന്ത്രമായിരുന്നു ഈ AB അബ്ദുറഹ്മാൻ ഹാജിയെ തന്നെ ഈ കല്യാണ പന്തലിലേക്ക് അവർ ആനയിച്ച് പറഞ്ഞയച്ചത് അല്ലേ. പക്ഷേ സുന്നികൾ അടങ്ങി നിന്നോ? മഹാനായ മർഹൂമണ്ടോണ മഹീദ്ദീൻ മുസ്ലിയാരും സാധുവായിരിക്കുന്ന ഞാനും മേപ്പയൂരിൽ AB അബ്ദുറഹ്മാൻ ഹാജിയുടെ വീട്ടിന്റെ അടുക്കൽ പോയി സ്പീക്കർ വെച്ചുകൊണ്ട് ഈ കാര്യം ഞങ്ങൾ വ്യക്തമായി വിശദീകരിച്ചു പോന്നിട്ടുണ്ട്. ഉളുപ്പില്ലാതെ വന്ന് ചോറ് തിന്നു പോയ ആളാണെന്ന് അല്ലെ. ഞങ്ങൾക്ക് ചെറിയ ഭയമുണ്ടായിരുന്നെങ്കിലും, കാരണം അയാളുടെ ആളവിടെയുണ്ട്, അയാളുടെ ആള് ആ നാട്ടിൽ കുറേയുണ്ട്, അവർ ചിലപ്പോൾ ആക്രമിക്കുമെന്ന ഭയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സത്യം പറയുമ്പോൾ ആക്രമിക്കാൻ കഴിയില്ലല്ലോ. ഞങ്ങൾ ഏകദേശം 2 മണിക്കൂറും ചില്ലറയും വളരെ വിശദമായി AP ഉസ്താദിന്റെ കല്യാണം അവിടെ വിശദീകരിച്ചു പോന്നു. കേരളത്തിന്റെ പല ഭാഗത്തും ഞങ്ങളത് വിശദീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ AP ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ ഈ രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളായ വഹാബികൾ രാഷ്ട്രീയ കുപ്പായമണിഞ്ഞുകൊണ്ട് രംഗപ്രവേശനം ചെയ്ത് അവരിങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ അതിനെതിരെയും സുന്നത്ത് ജമാഅത്തിന്റെ പടയണി മുന്നോട്ട് വന്ന ചരിത്രമാണുള്ളത്. ഇൻഷാ അള്ളാഹ് ബാക്കി നമുക്ക് നാളെ ആവർത്തിക്കാം. തുടങ്ങിയിട്ടേ ഉള്ളൂ. വിശദമായി നമുക്ക് ഈ കാര്യം സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ് മനസ്സിലാക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് 1 മണിക്കൂറായിരുന്നു നാം ക്ലാസ്സിന് സമയം പറഞ്ഞിരുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ അതിന് വിരോധമില്ല എന്നറിയിച്ചുകൊണ്ടും ഇത് ഉത്തരവാദപ്പെട്ട ആളുകൾ എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഇത് ഷെയർ ചെയ്തുകൊണ്ട് നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ ചരിത്രം എല്ലാവരെയും പഠിപ്പിക്കാൻ നിങ്ങളൊക്കെ സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും, ഞാനൊരു വലിയ പണ്ഡിതനോ വലിയ നേതാവോ ആയിട്ടല്ല. 15 വയസ്സ് മുതൽ എൻ്റെ ഈ ദീനീ പ്രവർത്തനം, ദഅവാ പ്രവർത്തനം തുടങ്ങിയപ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാരോടും നേതാക്കളോടും ഒത്ത് അവരുടെ തണലിലായി അവരുടെ പിറകിലായി ജീവിച്ചതിൻ്റെ പേരിൽ ഒരുപാട് അനുഭവങ്ങൾ സാധുവായിരിക്കുന്ന എനിക്ക് 10-20 വയസ്സ് പ്രായമുള്ള ഈ സാധുവായിരിക്കുള്ളതിൻ്റെ പേരിൽ ആ അനുഭവം നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കാൻ എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയ്യത്തോടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്താൽ നാളെ